ഞാൻ എൻ്റെ ഡയബറ്റിക് പേഷ്യൻസിന് രാത്രി ഐസ്ക്രീം കഴിക്കാൻ പറയും. അയ്യോ അത് പറഞ്ഞേക്കല്ലേ സീരിയസ് ആയിട്ട്. അല്ല ഇവിടെ ക്യൂ ആയിരിക്കും നാളെ ഇവിടെ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഡയബറ്റിക് പേഷ്യൻസിന് ഐസ്ക്രീം കൊടുക്കും. ഇന്ത്യയിൽ മാത്രം 1500 ഹൃദ്രോഗികളാണ് ഒരു ദിവസം മരിക്കുന്നത്. പുഴവെള്ളത്തിൽ ഇറങ്ങി കുളിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കുളിരുണ്ട്. ആ കുളിരെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മൈറ്റോകോൺട്രിയൽ ഫിഷനാണ്. അതെ അതെ അതെ. അവിടെയാണ് അത് കഴിയുമ്പോൾ വിശപ്പ് കൂടുന്നു എന്ന് പറയുന്നത്. നല്ല നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിൽ ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ മരുന്നിന് അല്ലെങ്കിൽ ആ മരുന്ന് കണ്ടുപിടിച്ച വ്യക്തിക്ക് നൊബേൽ പ്രൈസ് കൊടുക്കണം. ഹാർട്ട് രോഗികളുടെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റിലാക്സേഷൻ നടക്കുന്നില്ല. ഇതാണ് കാർഡിയക് അറസ്റ്റിലേക്ക് പലപ്പോഴും പോകുന്നത്. പമ്പിങ് കുറഞ്ഞു എന്ന് പറയുന്നത് ഈ റിലാക്സേഷൻ പ്രോസസ്സ് നടക്കാത്തതുകൊണ്ടാണ്. ഞങ്ങളൊരു ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. ഈ ഫങ്ഷണൽ മെഡിസിൻ അപ്രോച്ച് എന്ന് പറയുമ്പോൾ വി ലുക്ക് അറ്റ് ഹോൾ സിസ്റ്റം അപ്രോച്ച്. അതായത് എന്താണ് അതിൻ്റെ റൂട്ട് കോസ് എന്ന്. യുനോ വി വോണ്ട് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് റോങ്. ലോകപ്രശസ്ത ജനറ്റിസിസ്റ്റുകളായിട്ടുള്ള ജോസ് കഡിയാരോ അതേപോലെ തന്നെ ഡേവിഡ് വൂൺ ഇവർ എഴുതിയൊരു പുസ്തകമുണ്ട്, ഡെത്ത് ഓഫ് ദ ഡെത്ത്. ഈ പുസ്തകത്തിൽ പറയുന്നത് ഡെത്ത് വിൽ ബി ഓപ്ഷണൽ ബൈ 2045 എന്നാണ്. 2045 ആകുമ്പോൾ മരണം ഓപ്ഷണലാകും. എന്ന് പറഞ്ഞാൽ വേണമെന്ന് വെച്ചാൽ ഒരാൾക്ക് എത്ര വേണമെങ്കിലും മരണത്തെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ്. ഓഫ് കോഴ്സ് ലൈഫ് സ്പാൻ ഇപ്പോൾ നമുക്ക് കൂടുന്നുണ്ട്. ഡെഫിനറ്റായിട്ട് ലൈഫ് സ്പാൻ കൂടുന്നുള്ളത് അറിയാം. ഒരു പക്ഷേ 1980കളിൽ 48 വയസ്സായിരുന്നത് ഇന്ന് അത് 75 വയസ്സിന് മുകളിലെത്തി എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരു കാര്യം വ്യക്തമാണ്. 3-ൽ ഒരാൾ 100 വയസ്സിന് മുകളിൽ ജീവിക്കും. ആവറേജ് റേഷ്യോ മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഈ ജീവിക്കുന്നത് ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ആ ഒരു സബ്ജക്റ്റാണ് ഇന്ന് ഏറ്റവും ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന്. അതിനെ പറയുന്നത് ലോഞ്ചിവിറ്റി സയൻസ് എന്നാണ് പറയുക. എങ്ങനെ നമുക്ക് കൂടുതൽ കാലം ജീവിക്കാം, വെറുതെ ജീവിക്കില്ല, മെഡിസിൻ്റെ സപ്പോർട്ടോടുകൂടിയല്ല, പൂർണ്ണ ആരോഗ്യത്തോടു കൂടി. 100ാമത്തെ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് രാവിലെ ഒരു 5 കിലോമീറ്റർ ഓടിയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നൊരവസ്ഥ. ഇത് പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ ഇന്ന് സയൻസ്, ജനറ്റിക്സ്, അതേപോലെ തന്നെ ക്വാണ്ടിഫൈഡ് സെൽഫ് എന്നൊക്കെ പറയുന്ന പുതിയ സയൻസ് എല്ലാം അതിനെ പ്രൂവ് ചെയ്യുന്ന തരത്തിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഉപയോഗിക്കുന്ന ഒരു മെത്തഡോളജി അല്ലെങ്കിൽ ഇതിന് പറയുന്ന ചില പ്രോസസ്സുകളെയൊക്കെ ചേർത്ത് ബയോ ഹാക്കിംഗ് എന്നൊക്കെ പറയും. ഹാക്കിംഗ് യുവർ ഓൺ ബയോളജി, നമ്മുടെ സ്വന്തം ബയോളജിയെ ഹാക്ക് ചെയ്യുക എന്നൊക്കെ പറയും. നമ്മുടെ ഈ വി റൂട്ട്സ് ബയോഹാക്ക് സെൻറ്ററിലുള്ള പല പ്രോസസ്സുകളും പല മെത്തഡോളജികളും ഈ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ഇതിനെ സാധൂകരിക്കുന്ന തരത്തിൽ ചെയ്തിട്ടുള്ളതാണ്. അതായത് ഹ്യൂമൻ ലോഞ്ചവിറ്റി, പീക്ക് പെർഫോമൻസ്, അതേപോലെ തന്നെ ഈ പീക്ക് പെർഫോമൻസ് നല്ല രീതിയിൽ കൂടുതൽ കാലം ഒരാൾ പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ അർത്ഥം ഡിസീസുകളില്ലാതെ ജീവിക്കാൻ സാധിക്കണം ഓട്ടോമാറ്റിക്കലി. ഞാൻ പറയേണ്ട ആവശ്യമില്ല, അത് നാച്ചുറലാണ്. സോ ഇതെല്ലാം സാധ്യമാകുന്നൊരു ലോകത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. 2040 കഴിയുന്നതോടുകൂടി ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ മിക്കതും അപ്രത്യക്ഷമാകും എന്നും ഇന്ന് വളരെ ശാസ്ത്രീയമായിട്ടുള്ള രേഖകൾ തന്നെ അല്ലെങ്കിൽ ഗവേഷണങ്ങൾ തന്നെ പ്രൂവ് ചെയ്യുന്നുണ്ട്. 2040-45 ആകുമ്പോഴേക്കും ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ, നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലൈഫ് സ്റ്റൈൽ, അത് അപ്രത്യക്ഷമാകുമെന്നാണ് പറയുക. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നുള്ളതാണ് നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. എന്നോടൊപ്പം വി റൂട്ട്സ് ബയോഹാക്ക് സെൻറ്ററിൽ എന്നോടൊപ്പം ഉള്ള ഡോക്ടേഴ്സ് എന്നോടൊപ്പം ഉണ്ട്. ഇവിടെ ഡോക്ടർ ബിജു KS. അദ്ദേഹം ഡോക്ടർ മാത്രമല്ല, അദ്ദേഹം ഒരു മാനേജ്മെൻറ്റ് ഗ്രാജുവേറ്റാണ് IIMൽ നിന്ന്. അത് മാത്രവുമല്ല ACE സർട്ടിഫൈഡ് ഫിറ്റ്നസ് ട്രെയിനർ കൂടിയാണ്. അതേപോലെ ഡോക്ടർ സുജിത്ത് ഇവിടെയുണ്ട്. അദ്ദേഹം നാച്ചുറോപ്പതിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്നിപ്പോൾ ഫങ്ഷണൽ മെഡിസിനിൽ വളരെ ലീഡിംഗ് ആയിട്ടുള്ളൊരു ഡോക്ടറായി മാറിയിട്ടുണ്ട്. ഡോക്ടർ സുജിത്ത് ഏകദേശം ഇപ്പോൾ 20 വർഷത്തോളം എക്സ്പീരിയൻസ്, 20 കൂടുതലായിട്ടില്ലേ, 16 ഇയേഴ്സ് എക്സ്പീരിയൻസ് നമുക്ക് ഫങ്ഷണൽ മെഡിസിനിൽ തന്നെയായി. ഡോക്ടർ പ്രീതി US-ലായിരുന്നു, ഇപ്പം ഇന്ത്യയിലേക്ക് എത്തി. ഇപ്പോൾ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഫങ്ഷണൽ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട്? I'm totally 15 plus. 15 like plus. with women health and family medicine. അപ്പോൾ ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം കുറച്ച് പുതുമയുള്ളതായിരിക്കും. കാരണം സാധാരണ അസുഖങ്ങളെക്കുറിച്ചും ഒക്കെ ആയിരിക്കും പറയുന്നതെങ്കിൽ ഇവിടെ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ആരോഗ്യത്തെക്കുറിച്ചാണ്. നമ്മളിന്ന് ആരോഗ്യമുള്ള ഒരു ജനത, കൂടുതൽ കാലം ജീവിക്കുന്ന, 100ാം വയസ്സ് സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂട്ടുന്നത് എങ്ങനെയെന്നുള്ളതിനെക്കുറിച്ചാണ്. അതിനകത്ത് എനിക്കൊന്ന് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് ഡോക്ടർ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ തന്നെ നോർമലൈസ് ചെയ്തിരിക്കുകയാണ്. ഡയബറ്റീസ് ആണ്. ഇപ്പം 5 പേരിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ മധുരം ആർക്കാണ് വേണ്ടതെന്നാണ് ചോദിക്കുക. പണ്ടൊക്കെ ആണെങ്കിൽ മധുരം ആർക്ക് ഇടരുതെന്നായിരുന്നു ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ നോർമലാണ്. ഇപ്പോൾ ഡയബറ്റീസ് നോർമലായി,
ഒരു 1-2 സ്റ്റെൻറ്റ് ഇടുക എന്നുള്ളത് നോർമലായി. പണ്ട് കുമ്പയുള്ള ആൾക്കാർക്ക് വലിയ സമ്പന്നരായിരുന്നു പറയും. ഇപ്പം എനിക്കൊന്ന് സ്റ്റെൻറ്റ് ഇട്ട ആൾക്കാരുടെ സമ്പന്നരായിരുന്നു. അപ്പോൾ ഇതൊക്കെ നോർമലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഇതൊന്നും റിവേഴ്സ് ചെയ്യാൻ പറ്റുമെന്ന് പോലും പലരും ചിന്തിച്ചിട്ടില്ല. ഇന്ന് വന്നു കഴിഞ്ഞാൽ ഇതുമായിട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കുക എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഡോക്ടറിൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ചും ഇതിനെക്കുറിച്ചുള്ള ഒത്തിരി കൺവെൻഷനുകളും സെമിനാറുകളും ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിലും ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഒക്കെ തന്നെ റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്താണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനം? ഇന്ത്യയിൽ മാത്രം ഒരു ദിവസത്തെ കാര്യമാണ് 1500 ഹൃദ്രോഗികളാണ് ഒരു ദിവസം മരിക്കുന്നത്. ഒരു ദിവസം ഹൃദ്രോഗം കൊണ്ട് മാത്രം മരണപ്പെടുന്നത്. ഹാർട്ട് അറ്റാക്ക് കൊണ്ട്, ബാക്കിയുള്ള സോക്കോൾഡ് കാർഡിയാക് ഡിസോർഡർ ഒന്നും ഇതിനകത്ത് വരുന്നില്ല, വാൽവുലാറോ അങ്ങനത്തെ ഒന്നും വരുന്നില്ല. പക്ഷേ ഒരു ദിവസം മാത്രം ഹാർട്ട് അറ്റാക്ക് മാത്രം 1500 പേരാണ്. ഇത് ഇന്ത്യയിലെ കേരളത്തിലെ മാത്രമല്ല, ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസ് സോക്കോൾഡ് US നോക്കിക്കഴിഞ്ഞാൽ എല്ലാ 36 സെക്കൻഡിലും ഒരു അറ്റാക്കാണ്. യു മേ സീ ദീസ് കേസസ് ദെയർ. US ഒരുപാട് എക്സ്പീരിയൻസ് നോക്കി കഴിഞ്ഞാൽ 36 സെക്കൻഡ്സിൽ ഒരാൾ കാർഡിയാക് ഡെത്ത് വന്ന് മരിക്കുകയാണ്. സോ നമ്മൾ ഒത്തിരി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു ഈ പറഞ്ഞ പാത്വേയിൽ. ബട്ട് ഈസ് ഇറ്റ് പോസിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പോസിബിൾ ആൻഡ് ഇറ്റ് ഈസ് ഓൾറെഡി പ്രൂവൺ. ഒത്തിരി പേര് നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഇവിടെ തന്നെ അറിയാം, കാർഡിയാക്കിൽ നിന്ന് റീഹാബിലിറ്റേഷൻ വന്നവരുണ്ട്, ഡയബറ്റീസിൽ നിന്ന് റീഹാബിലിറ്റേറ്റ് ചെയ്ത് വന്നവരുണ്ട്. വളരെ ഈസി ആയിട്ട്. എനിക്കൊന്ന് ഡോക്ടർ ബിജുവിന് തന്നെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇന്നലെ എൻ്റെ അടുത്ത് വന്ന് ഒരു സാറ്റർഡേ ഒരു OPയിൽ വന്ന ഡയബറ്റിക് പേഷ്യൻറ്റ്, അയാളുടെ HbA1c 9 point something ആയിരുന്നു. പക്ഷേ വളരെ ഈസി ആയിട്ടാണ് പുള്ളി 6 പോയിൻറ്റിലേക്ക് റീച്ച് ചെയ്തത്. അത് ഒത്തിരി ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ഒന്നും. പുള്ളി ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്ന ആളാണെന്ന് നോക്കണം. എനിക്ക് തന്നെ അറിയാവുന്ന ഒരു കളക്ടർ ഇൻചാർജാണ് ആ പുള്ളിക്കാരി. അവർക്ക് ഇൻസുലിൻ അവർ 20 വർഷം എടുത്തുകൊണ്ടിരുന്ന ലേഡിയാണ്. 20 years അവരാണ് ഈ ലക്ഷദ്വീപിലെ കളക്ടർ ഇൻചാർജായിട്ട് വർക്ക് ചെയ്ത ലേഡിയാണ്. ഷീസ് നമ്മുടെ പേഷ്യൻ്റാണ്. ഷീ ക്വിറ്റഡ് കംപ്ലീറ്റ്ലി ഇൻസുലിൻ. സോ ഇത് പോസിബിൾ ആണ്. പക്ഷേ ഇത് ഗ്ലോബലി പോസിബിൾ ആണോ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നമുക്ക് എല്ലാവരെയും ആ പാത്വേയിൽ എത്തിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവയർനെസ്സിൻ്റെ കുറവുകൊണ്ടല്ലേ ഇത് പോസിബിൾ ആണെന്നുള്ളത്. ഇപ്പം ഡോക്ടർ പറയുമ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ആദ്യമായിട്ട് കേൾക്കുന്ന എത്രയോ ആൾക്കാരുണ്ടായിരിക്കും ഇതൊക്കെ ഡയബറ്റീസ് ഒക്കെ റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ, ഇത് ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കേണ്ട സാധനമല്ലേ എന്നാണ് പല ആൾക്കാരുടെ മനസ്സിലുള്ളത്. കഴിഞ്ഞ ഒരു 2 വർഷത്തെ ഒരു പ്രൊപ്പഗാണ്ട നോക്കിക്കഴിഞ്ഞാൽ ഈവൻ സെൻട്രൽ ഗവൺമെൻറ് തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഈ ഡയബറ്റിക് റിവേഴ്സലിന് കൊണ്ടുവന്നു. കാരണം ഒരുപാട് മിത്സ്, അതാണ് അതിനകത്ത് ശരിയായ കാര്യം. ഒരുപാട് മിത്സ്, ഒരുപാട് അജണ്ടാസ് വെച്ചിട്ട് വെറുതെ റിവേഴ്സൽസ് എന്ന് പറഞ്ഞ് പ്രോഗ്രാംസ് വരുന്നത്. ഇവരുടെ അടുത്തൊക്കെ നമ്മളൊന്ന് ഒരു 2 മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ അറിയാം, ഇങ്ങനെയുള്ളവരൊന്നും ഹോമോ ഹയാം ടെസ്റ്റ് ചെയ്യുന്നില്ല, നമ്മുടെ ഇവിടെ ചെയ്യുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യുന്നില്ല. പലരും നമ്മൾ വരുന്ന പേഷ്യൻസിനോട് നമ്മൾ അഡ്രസ്സ് ചെയ്യാണ്, നിങ്ങൾ ഏത് ടൈപ്പ് ഡയബറ്റിക് എന്ന് വെച്ചാൽ പുള്ളി എൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കും. 35 വർഷം ഡയബറ്റിക് ആളാണെന്ന് നോക്കണം. അയാളോട് ഞാൻ 35 വർഷം, ചിലപ്പോൾ നമ്മുടെയൊക്കെ ഏജിൻ്റെ അല്ലേ, നമ്മുടെയൊക്കെ ബയോളജിക്കൽ ഏജിൻ്റെ അത്രയും അയാൾക്ക് എക്സ്പീരിയൻസ് ഡയബറ്റിക് കൊണ്ട് മാത്രമായിരിക്കും. അവിടെ നമ്മൾ ചോദിക്കണം ഏത് ടൈപ്പാണ് നിങ്ങളുടെ ഡയബറ്റീസ്. അപ്പോൾ പുള്ളി ഒന്ന് നോക്കി ഇയാൾ ഏത് ടൈപ്പാണ് എന്ന രീതിയിലേക്ക് പുള്ളി നമ്മോട് ചോദിക്കും. വളരെ ഫണ്ണിയായിട്ട്. കാരണം ഏത് ടൈപ്പാന്ന് പോലും അനലൈസ് ചെയ്യാതെ നടക്കുക. മാക്സിമം C-peptide വരെ അവർ അനലൈസ് ചെയ്യുന്നുണ്ട്. C-peptide ഒന്നും അല്ല, C-peptide type 1 type 2 എന്ന് മാത്രം അറിയാതെ type 2-ൻ്റെ തന്നെ ഏത് വേരിയൻസ് ആണ്. ഇപ്പോൾ ഡോക്ടർ പറയുന്നത് കൂടുതൽ ഒരു ഫങ്ഷണൽ മെഡിസിൻ പോയിന്റ് ഓഫ് വ്യൂ അല്ലേ? അങ്ങനെ ഒരു മെഡിസിൻ പെർവ്യൂ ഇല്ല. ഇത് നമ്മൾ ബയോകെമിക്കലിയാണ് ഈ സംസാരിക്കുന്നത്. അത് ഏത് ആസ്പെക്റ്റും ആയിട്ട്, വെദർ ഇറ്റ് ഈസ് ഹോമിയോ ഓർ ആയുർവേദ, അത് നമുക്ക് സെക്കൻഡറി നമുക്ക് നോക്കാം. പക്ഷേ പ്രൈമറി ഈസ് ടു സ്ക്രൂട്ടിനൈസ്, അല്ലെങ്കിൽ ഒരു അടുക്കും തട്ടിൽ നമ്മൾ എടുത്ത് വെക്കണം ഇവരെവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയണം. എന്നിട്ട് വേണം നമ്മൾ റിവേഴ്സിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷനെ കുറിച്ചോ ചിന്തിക്കാൻ. നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസേൺഡ് ആയിട്ടുള്ള വിഷയം ഹാർട്ട് ഹെൽത്ത് ആണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ. കാരണം ഡയബറ്റീസ് ഒക്കെ വന്നാൽ നമുക്ക് മാനേജ് ചെയ്ത് പോവാം. മറ്റൊരാണെന്നുണ്ടെങ്കിൽ അടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, ചിലപ്പം കഴിഞ്ഞിട്ടേ അറിയുള്ളൂ സംഭവം. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ 1500 പേർ ഒരു ദിവസം മരിക്കുന്നു എന്ന അവസ്ഥ ഇന്ത്യയിൽ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഡോക്ടർ സുജിത്ത് തന്നെ ഇപ്പം കാർഡിയാക് റീഹാബിലിറ്റേഷൻ കുറേ വർക്ക് ചെയ്തു. അതെ, എങ്ങനെയാണ് ഈ പ്രോസസ്സ്? ഇപ്പം കാർഡിയാക് റീഹാബിലിറ്റേഷൻ, ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരാൾക്കൊരു ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്ത് ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവരുടെ ഉള്ളിലൊരു എപ്പോഴും ഒരു ഫിയർ ഫാക്ടർ. എനിക്കറിയാവുന്ന പല കാർഡിയോളജിസ്റ്റുകളും പറയാറുള്ളൊരു കാര്യമുണ്ട്. എപ്പോഴും സാധാരണ ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നൊരു പേഷ്യൻ്റ് എപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യം, ഇതിനി എനിക്കുണ്ടാവുമോ എന്നുള്ളൊരു കൺസേൺ അവരുടെ ഉള്ളിലുണ്ട്. ഇതിനെ എങ്ങനെയാണ് റീഹാബിലിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയെന്നുള്ളതൊരു പക്ഷേ അത് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രോസസ് ആയിരിക്കും.
അത് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ ഇതിനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? ഹാർട്ടിന് ഒരു റെസ്റ്റും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. 24 മണിക്കൂർ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനാണ്. ഈ 24 hours ബീറ്റ് ചെയ്യുന്ന ഓർഗന് ഒരു സ്റ്റെൻ്റ് അല്ല വേണ്ടത്, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിൻ അല്ല വേണ്ടത്. അത് യാഥാർത്ഥ്യമാണ്. ഈവൻ കാർഡിയോളജിസ്റ്റോട് ചോദിച്ചാലും പറയാം, ഒരു സ്റ്റാറ്റിൻ കൊടുത്താണോ നിങ്ങൾ ഹാർട്ടിനെ ഇറ്റ്സ് നോട്ട് എ ഹാർട്ട് പ്രൊട്ടക്ഷൻ. അവർ വീണ്ടും ആ പ്രോസസ്സ് രണ്ടാമത് വരാതിരിക്കാനുള്ള ഡിലേയിങ് ആണ് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. അത് ദേ എഗ്രി, വി എഗ്രി, എവരി വൺ എഗ്രി. പക്ഷേ അതിനകത്തൊരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഹാർട്ടിന് വേണ്ട എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ഒരു യഥാർത്ഥ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിൻ്റെ കോർ എന്ന് പറയുന്നത്. എനർജി ഫെയിൽസ്, ലൈഫ് ഗോസ്. ഇതെല്ലായിടത്തും പറയുന്നത്, നമ്മളെല്ലാവരും പറയുന്ന പ്രിൻസിപ്പിളാണ്. എനർജി ഫെയിലിയറാണ് ലൈഫിൻ്റെ അവസാനം എന്ന് പറയും. അത് എനർജി ഫെയിലിയർ എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സെല്ലുലാർ എനർജി ആയിക്കോട്ടെ, നമ്മുടെ സ്പിരിച്വൽ എനർജി ആയിക്കോട്ടെ, ഞാൻ പറയുന്ന മതപരമായിട്ടല്ല, ആത്മീയമായിട്ടുള്ള സ്പിരിച്വൽ എനർജി ആയിക്കോട്ടെ, നമ്മുടെ കോൺഷ്യസ് ലെവലിലുള്ള എനർജി ആയിക്കോട്ടെ, നമ്മുടെ എക്സസൈസിൽ നിന്നുള്ള എനർജി ആയിക്കോട്ടെ. സി, എനർജി ഫെയിൽസ്, ലൈഫ് എൻഡ്സ്. ഇത് തന്നെയാണ് തമ്പ് റൂൾ. ഇത് തന്നെയാണ് ഹാർട്ടിൻ്റെയും പ്രശ്നം. ഹാർട്ടിന് ഇടിക്കണമെങ്കിൽ, ഹാർട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, നമ്മൾ ഒരു സ്റ്റെയർ കേസ് ഫിനോമിന എന്നൊക്കെ പറയും. ഈ സ്റ്റെയർ കേസ് ഫിനോമിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്റ്റിലിറ്റിയും റിലാക്സേഷനും ഒരുപോലെ നടക്കണം. അതായത് സ്പീഡ് ഓഫ് കോൺട്രാക്റ്റിബിലിറ്റി, സ്പീഡ് ഓഫ് റിലാക്സേഷൻ, ഇത് നടക്കുന്നില്ല. ഹാർട്ട് രോഗികളുടെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റിലാക്സേഷൻ നടക്കുന്നില്ല. ഇതാണ് കാർഡിയക് അറസ്റ്റിലേക്ക് പലപ്പോഴും പോകുന്നത്. പമ്പിങ് കുറഞ്ഞു എന്ന് പറയുന്നത് ഈ റിലാക്സേഷൻ പ്രോസസ്സ് നടക്കാത്തതുകൊണ്ടാണ്. സോ ഹാർട്ടിൻ്റെ കോൺട്രാക്റ്റിബിലിറ്റിയും റിലാക്സേഷനും ഒരുപോലെ നടക്കുന്ന ഒരു എനർജി മെത്തേഡ്, അത് ഏത് ട്രീറ്റ്മെൻറ്റും ആയിക്കോട്ടെ, ഇഫ് ഇറ്റ് ഈസ് സയൻറ്റിഫിക്കലി ക്യാൻ ബി പ്രൂവ്ഡ്, ശാസ്ത്രീയമായിട്ട് അത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണെങ്കിൽ ഇറ്റ്സ് എ പ്രോപ്പർ കാർഡിയാക് റീഹാബിലിറ്റി. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അതിന് എന്ത് ട്രീറ്റ്മെൻറ്റോടെ നിങ്ങൾ എടുത്തോ, but it should be scientifically proven that the cardiac muscles are getting proper energy and rehabilitate. ഹാർട്ടിനെ പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഹാർട്ടിന് തനിയെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ആര് വേണമെങ്കിലും തർക്കിച്ചോട്ടെ. റിയാലിറ്റീസ്, ഹാർട്ടിന് സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ഈ സ്റ്റെം സെൽസ് ഇല്ലാത്ത ഓരോ ഓർഗനും തിരിച്ച് റിപ്പയർ ചെയ്ത് വരാൻ. അതുകൊണ്ടാണ് ഹാർട്ടിന് ക്യാൻസർ വരാത്തത്. ഒരു പരിധി വരെ അത് തന്നെയാണ്. ഇപ്പോൾ അതും വന്നു തുടങ്ങിയിട്ടുണ്ട്, അത് വേറെ. പക്ഷേ ബേസിക്കലി ഈ പറഞ്ഞ പ്രോസസ്സ് കറക്റ്റാണ്. കാരണം ഹാർട്ടിന് ഒരിക്കൽ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 5 ബില്യൺ സെൽസാണ്, മയോകാർഡിയൽ സെൽസാണ് ഒരു ഹാർട്ടിലുള്ളെങ്കിൽ അതിൽ 1 ബില്യൺ സെൽസും ഡെത്താവും. ബാക്കി പിന്നെ 4 ബില്യൺ കൊണ്ടുവേണം അവൻ വർക്ക് ചെയ്യാൻ. അത് ഡിറ്റൂറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഞാൻ പറയുന്ന ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഡോക്ടേഴ്സ് പറയുന്നത് തന്നെ, വി ഹാവ് ടു ഐഡൻറ്റിഫൈ വൈ ദിസ് പേഴ്സൺ ഗോട്ട് എ ഹാർട്ട് അറ്റാക്ക്. നമ്മളെപ്പോഴും പറയും സ്മോക്കിംഗ് ആയിരിക്കാം. അപ്പോൾ സ്മോക്കിംഗ് സെസൈറ്റ് ചെയ്യൂ. അവിടുത്തെ മെറ്റൽ ടോക്സിസിറ്റിയെക്കുറിച്ച് നമ്മൾ നോക്കുന്നില്ല, അനലൈസ് ചെയ്യുന്നില്ല. ഡയബറ്റിക്കാന്ന് പറയുന്നു, ഡയബറ്റിക്കിൻ്റെ കോംപ്ലിക്കേഷൻ. ഇപ്പോൾ ഡയബറ്റിക്കിൻ്റെ തന്നെ നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ ഡോക്ടറുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്നെ, ഇപ്പോൾ ഡയബറ്റിക്കിന് ഗ്ലൈക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് പറയുന്നുണ്ടല്ലേ, ഡയബറ്റിക് ഗ്ലൈക്കേഷൻ. ഈ ഡയബറ്റിക് ഗ്ലൈക്കേഷനാണ് ഹാർട്ട് ഡിസീസിൻ്റെ ഒരു റീസൺ എന്ന് നമ്മൾ പറയുന്നത്. ആക്ച്വലി ഡയബറ്റിക് ഗ്ലൈക്കേഷൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് കൂടിയിട്ടുണ്ടാകുന്ന സാധനം അല്ല. പല മിത്ത് ഇപ്പോഴും പല ഡോക്ടേഴ്സ് പോലും ഈ പറഞ്ഞ വീഡിയോസിലൊക്കെ പറയാറുണ്ട്, ഗ്ലൂക്കോസാണ് ഗ്ലൈക്കേഷൻ്റെ റീസൺ എന്ന്. നോ, ഇറ്റ് ഈസ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് ഗ്ലൈക്കേഷൻ്റെ പ്രഥമ റീസൺ. സോ ഇഫ് യു കനോട്ട് കട്ട് ദ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, ദ ഗ്ലൈക്കേഷൻ വിൽ ഹാപ്പൻ. ഇപ്പോൾ കണ്ണിന് തിമിരം വരുന്നു, അല്ലെങ്കിൽ തിമിരം എന്നല്ല, കണ്ണിന് റെറ്റിനോപ്പതി വരുന്നു, ന്യൂറോപ്പതി വരുന്നു. ഇതൊക്കെ ഗ്ലൈക്കേഷൻ്റെ പാർട്ടാണ്. മസിൽ ഡിറ്റോറിയേറ്റ് ചെയ്യുന്നു, കാർഡിയാക് ഇഷ്യൂ, ഇതിനൊക്കെ ഗ്ലൈക്കേഷൻ. ഇതിനൊക്കെ നമ്മൾ പറയുന്നത് ഗ്ലൂക്കോസ് ഈസ് എ കൾപ്രിറ്റ്, കട്ട് ദ ഗ്ലൂക്കോസ്, കട്ട് ദ ഷുഗർ. ഇതാണ് പറയുന്നത്. ഷുഗർ കട്ട് ചെയ്തിട്ട് ഇവർക്ക് ഇത് വരുന്നുണ്ട്. സോ ദ പ്രോബ്ലം ഈസ് നോട്ട് വിത്ത് ദ ഷുഗർ. ഞാൻ എൻ്റെ ഡയബറ്റിക് പേഷ്യൻസിന് രാത്രി ഐസ്ക്രീം കഴിക്കാൻ പറയും. അയ്യോ, അത് പറഞ്ഞേക്കല്ലേ. സീരിയസ് ആയിട്ട് അല്ല, ഇവിടെ ക്യൂ ആയിരിക്കും. ഇവിടെ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഡയബറ്റിക് പേഷ്യൻസ് ഇപ്പോൾ കൊക്കക്കോള കുഴിക്കരുതെന്നൊക്കെ പറയും. എനിക്കറിഞ്ഞൂടെ ഈ ബയോഹാക്കിൽ എത്രത്തോളം. ബട്ട് ലിറ്ററലി ഐ ഡു ദീസ് തിങ്സ് ഫോർ മൈ പേഷ്യൻസ്. കാരണം അവർ കാർബോണിക് ആസിഡാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ബോഡിയിൽ കൂടിയാൽ മാത്രമേ ഓക്സിജന് എടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഈ ഫെൻറ്റൻസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻട്രാസെല്ലാർ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ട്രാ സെല്ലർ കാർബൺ ഡൈ ഓക്സൈഡ് കൂട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബോഡിക്ക് ഓക്സിജൻ എടുക്കാനുള്ള അഫിനിറ്റി വരും. ഓക്സിജൻ അങ്ങനെ ത്രഷ് ചെയ്ത് വരത്തുള്ളൂ. ആ ഓക്സിജൻ അകത്തേക്ക് എൻ്റർ ചെയ്താൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസ് അകത്ത് ചെന്ന ഓക്സിജനും ഗ്ലൂക്കോസും കൂടി ATP ആയിട്ട് വരത്തുള്ളൂ. സോ വി ഹാവ് ടു ഡു ഇൻഫ്ലക്സ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഡേഞ്ചറാണ്. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ അങ്ങനെയല്ല. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബോഡിയിൽ കൂടണം. സാച്ചുറേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂട്ടുക. അതിനെന്ത് വെത്താണ് കഴിച്ചു. ഇപ്പോൾ കൊക്കക്കോള കുടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ
ഞാൻ ബ്രാൻഡിനെ എൻഡോസ് ചെയ്യാൻ പറയുകയല്ല, ലിറ്ററലി സ്പീക്കിംഗ് ഇതാണ് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യണം എന്താ സയൻസ്. അല്ലാതെ നമ്മൾ ഇച്ചിരി പഞ്ചസാര കഴിച്ചു ഉടൻ തന്നെ ശരീരം തട്ടിപ്പോവും, പഞ്ചസാര കഴിച്ചാൽ ക്യാൻസർ വരും, ദീസ് ആർ ബ്ലഡി മിത്സ് ആക്ച്വലി. അതിനേക്കാളും ഏറ്റവും ഡേഞ്ചറസ് ആണ് ഡോക്ടർ സുജിത്തിന് ഫാൻ ഫോളോയിങ് ഐസ്ക്രീം. വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയിട്ട് ഐസ്ക്രീം കൊക്കോളയും കുടിച്ച് ഇങ്ങോട്ട് വരരുത്. ഇതൊക്കെ കേസ് ടു കേസ് ഓരോ കണ്ടീഷനിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള രീതിയിലാണെങ്കിൽ ഡെഫിനറ്റ്ലി വി വിൽ വർക്ക് ഇറ്റ് ഔട്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൈബോസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് നമ്മുടെ ഹാർട്ടിന് കണ്ടിന്യൂസ് ആയിട്ട് വേണം. നമ്മൾ ഏത് കാർഡിയക് റീഹാബിലിറ്റേഷൻ നമ്മുടെ പേഷ്യൻസിനോട് പറയുന്നത് യു ഷുഡ് ടേക്ക് ഡി റൈബോസ് എന്നാണ്. ഡി റൈബോസ്, ഡെക്സ്ട്രോസ് റൈബോസ് എന്ന് പറഞ്ഞൊരു ഫോം. ഇറ്റ് ഈസ് ഫണ്ടാസ്റ്റിക് ടു ഗെറ്റ് ദ ഹാർട്ട് മസിൽസ്. ഇപ്പോൾ ഹാർട്ടിൻ്റെ പമ്പിംഗ് ഒക്കെ കുറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു ഡി റൈബോസ് വെറുതെ ഓൺലൈനിൽ ഒരു സപ്ലിമെൻ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇതൊരു 5 to 7 grams ഡെയിലി 2 times എടുക്കുക, നോ പ്രോബ്ലം. ഇത് ഡയബറ്റിക്കാർക്ക് എടുക്കാവുന്നതാണ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഗ്ലൈക്കേഷനെ സ്റ്റോപ്പ് ചെയ്യുക. ഹൗ ക്യാൻ ഗ്ലൈക്കേഷൻ ബി സ്റ്റോപ്പ്? വൈറ്റമിൻ ഇ ഈസ് ദ തമ്പ് റൂൾ ഫോർ ഗ്ലൈക്കേഷൻ. വൈറ്റമിൻ ഇ പ്രിവെൻസ് ഗ്ലൈക്കേഷൻ, മാസീവ്ലി പ്രിവെൻസ് ഗ്ലൈക്കേഷൻ. എനർജി ഹാർട്ടിലേക്ക് റീസ്റ്റോർ ചെയ്യുക. സോ അപ്പോൾ ഒരു ഡാമേജ് ഉണ്ടാക്കുന്നതിനെ കുറയ്ക്കുകയും എനർജി റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ ചെയ്തത്. ഇപ്പം മെഗ്നീഷ്യം നമ്മൾ പലപ്പോഴും പറയണം, മെഗ്നീഷ്യം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ പലപ്പോഴും മെഗ്നീഷ്യം ഓക്സൈഡൊക്കെയാണ് എടുക്കുന്നത്. ഇവിടെയാണ് നമ്മളിപ്പോഴും സാറ് പറഞ്ഞ പോലെ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ, വൈറ്റമിൻ എന്ന് പറയുമ്പോൾ ഓടിപ്പോയി ഒരു വൈറ്റമിൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ച് കഴിക്കും. സിന്തറ്റിക് വൈറ്റമിൻ. ഇത് സിന്തറ്റിക് അല്ല സാർ, ഇതിനകത്ത് പ്രോബ്ലം അതിലെ കണ്ടൻറ്റാണ്. ഇപ്പോൾ വൈറ്റമിൻ ഇ എന്ന് പറയുന്നതിൽ ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ അങ്ങനെ 4 വേരിയൻസ് ഉണ്ട്. അതും ടോക്കോഫെറോളും ടോക്കോട്രൈനോളും. ഇതിൻ്റെ ഒരു കോംപ്ലക്സ് ആണ് നമുക്ക് വേണ്ടത്. യു ഷുഡ് ഹാവ് എ കോംപ്ലക്സ് ഓഫ് വൈറ്റമിൻ ഇ. അതൊരിക്കലും ഒരൊറ്റ ഗ്രൂപ്പിൽ പെട്ടിരിക്കാതിരിക്കാൻ ശ്രമിക്കണം. പലപ്പോഴും ടോക്കോഫെറോൾ നമ്മളതിൻ്റെ ലേബലിൽ തന്നെ നോക്കി അറിയാം. ടോക്കോഫെറോൾ ആൽഫ ടോക്കോഫെറോൾ ആണെങ്കിൽ അത് വെറുതെ ഉപയോഗിക്കേണ്ട എന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല എന്നുള്ളതാണ്. ബിക്കോസ് വൈറ്റമിൻ ഇക്ക് ഒത്തിരി ആൻറ്റി ഏജിങ് എഫക്റ്റും ഇപ്പം ഡോക്ടറിൻ്റെ അതിലേക്ക് എത്തുമ്പോൾ എനിക്കൊന്ന് വി ക്യാൻ ഇൻട്രൊഡ്യൂസ് മോർ. ബട്ട് ഗ്ലൈക്കേഷൻ ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ വൈറ്റമിൻ ഇ if you are taking vitamin E as a natural complex. That's a keyword. ഒരു കോംപ്ലക്സ് ആയിട്ട് വേണം നമ്മൾ വൈറ്റമിൻ ഇ എടുക്കാൻ, അല്ലാതെ ഒരൊറ്റ ഫോമിൽ ഒരിക്കലും ഡോണ്ട് ടേക്ക് വൈറ്റമിൻ ഇ. ദെൻ ഈ പ്രോസസ്സൊക്കെ നമുക്ക് അച്ചീവ് ആകും. ഇത് വളരെ സിമ്പിളാണ് സാർ, അതാണ് ഞാൻ പറഞ്ഞത്. പലപ്പോഴും ഇത് ഈസി അല്ല, പക്ഷേ സിമ്പിളാണ്. അതാണ് അതിൻ്റെ വർക്ക്. ലൈഫ് സ്റ്റൈൽ റീഹാബിലിറ്റേഷൻ ഈസ് വെരി സിമ്പിൾ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഈസി. ദാറ്റ്സ് ഈ ഇപ്പം കാർഡിയാക് റീഹാബിലിറ്റേഷൻ പോലെ തന്നെ ഇപ്പം മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും റേഞ്ച് ഉണ്ടല്ലോ ഇതിനകത്ത്. അതെ അതെ, തീർച്ചയായിട്ടും. വെയിറ്റ് ലോസ്, ഒബേസിറ്റി, ഡയബറ്റീസ് ഇങ്ങനെ കിടക്കുകയാണ്. ഡോക്ടർ ഒബേസിറ്റിയിൽ കുറേ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, വെയിറ്റ് തീർച്ചയായും വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സാധാരണ എല്ലാ ആൾക്കാരും വെയിറ്റ് ലോസിന് പോകുമ്പോൾ എന്തെങ്കിലും കുറച്ച് സപ്ലിമെൻ്റ് കഴിച്ച് നോക്കും, ഏതെങ്കിലും ഫിറ്റ്നസ് സെൻറ്ററിൽ പോയി ജോയിൻ ചെയ്യും, കുറച്ച് നാൾ വെയിറ്റ് കുറയും, പിന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യും, അങ്ങനെയൊക്കെയാണല്ലോ പോകുന്നത്. പക്ഷേ നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള പല മെത്തഡോളജികളും നോക്കുമ്പോൾ വന്നിട്ടുള്ള നമ്മുടെ ക്ലയൻസ് എല്ലാവരും തന്നെ അവർക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു വെയിറ്റ് ലോസ് അവരെല്ലാവരും പറയുന്നത്. അതിന് എന്താണ് നമുക്കിപ്പോൾ ഒരു ആൾക്കാർക്ക്, മറ്റുള്ള ആൾക്കാർക്ക്, സാധാരണ ആൾക്കാർക്കും മനസ്സിലാക്കേണ്ട കാര്യം എങ്ങനെയാണ് സസ്റ്റൈനബിൾ ആയിട്ടുള്ളത്? അതായത് വെയിറ്റ് ലോസ് ചെയ്ത് മാത്രം പോരാ, അത് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ പറ്റുന്ന രീതിയിൽ. ഓഫ് കോഴ്സ് നമുക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന സർവീസ് ഒരു വശത്തുണ്ടായിരിക്കും, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അവലംബിക്കാവുന്ന ചില കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് ഒന്ന് പറയുകയാണെങ്കിൽ? നമ്മുടെ ഇന്ത്യ പോലൊരു രാജ്യത്ത് നോക്കുകയാണെങ്കിൽ ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം എന്നുള്ളത് ഏകദേശം 30 മുതൽ 40% അടുത്തുകൊണ്ടിരിക്കുകയാണ്. കണക്കുകൾ അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാവരും തന്നെ അങ്ങനെ അമിതവണ്ണമുള്ളവരായിട്ട് നമുക്ക് കാണുന്നില്ല. പക്ഷേ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള വ്യക്തികളെ അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ വരുന്ന വ്യക്തികളെ നമ്മൾ പലപ്പോഴും സ്കിന്നി ഫാറ്റ് എന്നാണ് പറയുന്നത്. അതായത് പ്രത്യക്ഷത്തിൽ കാണാൻ അമിതവണ്ണം ഉണ്ടായിരിക്കണമെന്നില്ല, പക്ഷേ അവരുടെ ബോഡിയിലെ ഫാറ്റ് പേഴ്സൻറ്റേജ് കൂടുതലായിരിക്കും. ഒബീസിറ്റിയെ തന്നെ മെഡിക്കൽ സയൻസ് കണക്കാക്കുന്നത് നമ്മുടെ BMI അടിസ്ഥാനത്തിലാണ്. അത് തെറ്റാണ് എന്നൊക്കെ ഉള്ളൊരു പഠനം ഓൾറെഡി വന്നു കഴിഞ്ഞു. ശരിക്കും അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു വ്യക്തിയുടെ ശരീരത്തിലെ ഫാറ്റ്, കൊഴുപ്പിൻ്റെ അംശം എത്രയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വിദേശ രാജ്യങ്ങളിലെ എസ്പെഷ്യലി US, UK പോലുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിലുള്ള വ്യക്തികളുടെ ഫാറ്റ് പേഴ്സൻറ്റേജ് കൂടുതലാണ്, മസിൽ പേഴ്സൻറ്റേജ് കുറവുമാണ്. അപ്പോൾ ആ ഒരു കണക്ക് പ്രകാരമാണ്
ഇന്ത്യയിൽ ഏകദേശം 30-40 ഇടയ്ക്ക് ശതമാനം ആളുകൾ ഒബീസിറ്റി എന്നൊരു കാറ്റഗറിയിലേക്ക്, വിശിഷ്യ അത് നഗരങ്ങളിലോ ടൗണുകളിലോ താമസിക്കുന്നവർ ആ ഒരു കാറ്റഗറിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വ്യക്തികൾ പലപ്പോഴും അവരുടെ അമിതവണ്ണം കുറയ്ക്കാനായിട്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഒന്നുകിൽ അത് എക്സർസൈസ് ചെയ്ത് കുറയ്ക്കാൻ ശ്രമിക്കാറുണ്ട്, അതല്ലെങ്കിൽ ഡയറ്റ് ചെയ്ത് കുറയ്ക്കാൻ ശ്രമിക്കാറുണ്ട്, ഇനിയും അതല്ലെങ്കിൽ ചില സപ്ലിമെൻറ്റുകൾ എടുത്ത് കുറയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ ഒരു കൊണ്ട് കറക്റ്റാണ് ഈ ഗാർസീനിയ കമ്പോജി കേട്ടിട്ടുണ്ട്. ഗാർസീനിയ ഇതങ്ങോട്ട് എടുത്തു വെച്ച് കഴിപ്പാണ്. അതെ 2 വെച്ച് 3 നേരം 4 നേരം കഴിച്ചിട്ട് എങ്ങനെ ഈ വെയിറ്റ് കുറയ്ക്കാം ഈ ഒരു പ്രിൻസിപ്പിളാണ് ഞാൻ പലരും ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ഡോക്ടർക്ക് തന്നെ അറിയാമല്ലോ, അങ്ങനെ ഒരു മരുന്ന് ലോകത്ത് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിൽ ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ മരുന്നിന് അല്ലെങ്കിൽ ആ മരുന്ന് കണ്ടുപിടിച്ച വ്യക്തിക്ക് നൊബേൽ പ്രൈസ് കൊടുക്കണം. ഒബീസിറ്റി എന്നൊരു പ്രശ്നം തന്നെ ലോകത്ത് ഇല്ലാതായി മാറും. അങ്ങനെ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഇത്തരം ചില സപ്ലിമെൻറ്റുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ, അത് ഉദാഹരണം നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് അമിതമായിട്ട് വരുന്ന കലോറി കട്ട് ചെയ്യുമ്പോഴോ ആ ഒരു ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ് ശരീരം തന്നെ നടത്തും. അതിനെ ഒന്ന് ത്വരിതപ്പെടുത്തുവാൻ ഇത്തരം ചില ഗാർസീനിയ പോലുള്ള ചില സപ്ലിമെൻറ്റുകൾ സഹായിച്ചെന്ന് വരാം. അതല്ലാതെ ഈ സപ്ലിമെൻറ്റ് കഴിച്ചതുകൊണ്ട് മാത്രം ഒരിക്കലും ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അമിതവണ്ണത്തിൽ നിന്ന് മാറി വരത്തില്ല. ഇനി സാർ ഇവിടെ ചോദിച്ചതുപോലെ ഒരു സസ്റ്റൈനബിളായിട്ട് വെയിറ്റ് ലോസിലേക്ക് പോകാൻ ഏകദേശം 90% ആളുകൾക്കും സാധിക്കുന്നില്ല. അവർ ആദ്യം തൂക്കം കുറയ്ക്കാനായിട്ട് ശ്രമിക്കും, ഒരുപക്ഷെ അവർ വിജയിച്ചെന്നിരിക്കും, 10 കിലോ ചിലപ്പോൾ 3 മാസം കൊണ്ടൊക്കെ കുറച്ചെന്നിരിക്കാം. പക്ഷേ ആ 3 മാസം കഴിഞ്ഞതിന് ശേഷം അടുത്ത 3 മാസം കൊണ്ട് അവർ ആദ്യം കുറച്ച 10 കിലോ ഒരുപക്ഷെ 12-13 കിലോ ആയിട്ട് അവർ തൂക്കം കൂടുന്നതായിട്ട് കാണാം. ഇവിടെയാണ് പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ രണ്ടാമത് തൂക്കം കൂടുന്നത് പലപ്പോഴും കൊഴുപ്പിൻ്റെ അംശം നേരത്തെ ഉള്ളതിനേക്കാളും വളരെ കൂടുതലാവുകയും ആദ്യ തവണ ഈ 10 കിലോ കുറച്ചപ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് ഒരു പക്ഷേ നല്ലൊരു ശതമാനം മസിൽ ലോസും ഉണ്ടായി കാണും. പക്ഷേ രണ്ടാമത് ഈ 12-13 കിലോ കൂടിയപ്പോൾ ഈ മസിൽ വീണ്ടും റീഗെയിൻ ചെയ്ത് വരത്തില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ ഡോക്ടർ? ഒരു വ്യക്തി ആദ്യം 10 കിലോ കുറയ്ക്കുമ്പോൾ ഏകദേശം 8 കിലോഗ്രാമോളം ഫാറ്റ് ശരീരത്തിൽ നിന്ന് പോവുകയും 2 കിലോഗ്രാം മസിലും കൂടെ ലോസായി എന്ന് കരുതിക്കോൾ. അതിനുശേഷം അദ്ദേഹം വീണ്ടും 10 കിലോ തന്നെ കൂട്ടിയെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂടി പോവുകയാണെങ്കിൽ ഈ നഷ്ടപ്പെട്ടു പോയ 2 കിലോഗ്രാം മസിൽ പലപ്പോഴും തിരിച്ചു വരില്ല, ആ സ്ഥാനത്ത് ഫാറ്റായിരിക്കും. ഇത് നമ്മളെ കാണാൻ വരുന്ന പല രോഗികൾക്ക് ഇത് സംഭവിക്കാറുണ്ട്. പലതരം സപ്ലിമെൻറ്റുകളൊക്കെ എടുത്തതിന് ശേഷം തൂക്കം ഞാൻ 3 തവണ 10 കിലോ വീതം എൻ്റെ ശരീരത്തിൽ നിന്ന് കുറച്ചതാണ് ഡോക്ടർ, എനിക്കൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു വേ പറഞ്ഞു തരണം. പക്ഷേ ഇവിടെ നമ്മളൊരു ഡെക്സാ സ്കാൻ പോലെയുള്ള പിന്നെ നൂതനമായ ചില പരിശോധിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. അത് നോക്കുമ്പോൾ ഇവരുടെ ശരീരത്തിലെ ഫാറ്റ് പെർസെൻറ്റേജ് വളരെയധികവും മസിൽ പെർസെൻറ്റേജ് വളരെ കുറഞ്ഞും ഇരിക്കുന്നതായിട്ട് കാണാം. ഇത് വളരെ ദോഷം ചെയ്യും. തീർച്ചയായും ഡോക്ടർക്ക് അറിയാമല്ലോ, ഈ മെറ്റബോളിക് ഡിസീസിൻ്റെയൊക്കെ ഏറ്റവും അടിസ്ഥാന കാരണം തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇത്തരം വ്യക്തികളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഭയങ്കരമായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒബീസിറ്റിയുടെ കാരണം ഒട്ടനവധി കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. 2, ചിലർ ജനിതകപരമായിട്ട് തന്നെ ഇത്തരം ഒബീസിറ്റിയിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഏതൊക്കെ ജീനുകളാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇത്തരം ഒബീസിറ്റിയിലേക്ക് അല്ലെങ്കിൽ അമിതവണ്ണത്തിലേക്ക് നയിക്കുന്നതെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഏതൊക്കെ ജീനുകളാണെന്ന് മനസ്സിലാക്കിയാൽ ആ ജീനുകളെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ, അത് മരുന്ന് കഴിച്ചുകൊണ്ടല്ല, അത് ഭക്ഷണത്തിലൂടെയും എക്സർസൈസിലൂടെയും എന്ത് തരം എക്സർസൈസ് ചെയ്താൽ ഒരു വ്യക്തിക്ക് സസ്റ്റൈനബിളായിട്ട് വെയിറ്റ് ലോസിലേക്ക് പോകാൻ പറ്റും, എന്ത് തരം ഭക്ഷണം കഴിച്ചാൽ ഒരു വ്യക്തിക്ക് സസ്റ്റൈനബിളായിട്ടൊരു വെയിറ്റ് ലോസിലേക്ക് പോകാൻ പറ്റും എന്ന് വരെ കണ്ടുപിടിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ആധുനിക വൈദ്യശാസ്ത്രം മുന്നേറിയിരിക്കുന്നു എന്ന് വേണം പറയാം. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇത് പറഞ്ഞു വരുന്നപ്പോൾ തന്നെ ത്രിഫ്റ്റി ജീൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ത്രിഫ്റ്റി ജീൻസ്, ഈ ത്രിഫ്റ്റി ജീൻസാണ് ഈ ത്രിഫ്റ്റി ജീൻ ജനറേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതെല്ലാവരിലും ഉണ്ട്. അതായത് ഒരു ഫാമിലിയിൽ അപ്പനോ അമ്മയ്ക്കോ ഡയബറ്റീസോ ഹൃദ്രോഗം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ നമ്മൾ പറയുന്നത് ത്രിഫ്റ്റി ജീൻ ജനറേഷൻ എന്നാണ്. ഇങ്ങനെയുള്ളവരിൽ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്ന ഡിസോർഡേഴ്സാണ് ഒബിസിറ്റി, PCOD, ഹെർസ്യൂട്ടിസം അല്ലെങ്കിൽ മെൻസ്ട്രുവൽ ഡിസോർഡേഴ്സ്. ഇതൊരു സീരീസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്.
ഇവിടെയാണ് ഞാൻ ഈ നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ്, എത്രത്തോളം ഡയബറ്റീസിനെ റിവേഴ്സ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഇത് ഓൾറെഡി ജനറേഷൻസിലേക്ക് പാസ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. സോ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ വി ഹാവ് ടു അനലൈസ് ദെയർ ജനറ്റിക്സ്. ആ ഒരു എപ്പിജനറ്റിക് അനാലിസിസ് നോക്കിയിട്ട് അവർക്ക് ത്രിഫ്റ്റി ജീൻ ഉണ്ടെങ്കിൽ ജീൻ ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ ഒരു സാഡസ്റ്റ് പാർട്ട്. പക്ഷേ ആ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള അത്രേ ഉള്ളൂ. ആ ജീനിനെ എക്സ്പ്രസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നിടത്തോളം ഇത് റിവേഴ്സിബിൾ ആണ്. നമ്മുടെ ഇപ്പം വി റൂട്ട്സ് തന്നെയുള്ള എപ്പിലിമോ എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ്. ബേസിക്കലി ജനറ്റിക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും ഏതൊക്കെ ഡിസീസുകൾക്ക് നിങ്ങൾക്ക് റിസ്ക് ഉണ്ടെന്നുള്ള. അതുകൊണ്ട് മാത്രം കാര്യമില്ല എപ്പിജനറ്റിക്സ്. അതിൽ ബേസിക്കലി ആ ഒരു ജീനുകൾ എക്സ്പ്രസ് ചെയ്യുന്നതിൽ എങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ ഈ കഴിഞ്ഞ 2000 മുതൽ 4 വർഷം കൊണ്ട് ഏകദേശം 8,000 കൂടുതൽ ക്ലയൻസിൽ ചെയ്തിട്ടുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യവും അത് തന്നെയാണ്. അതായത് അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള റിസ്കുകൾ, ഹൈ റിസ്ക് ഉണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ, പ്ലസ് ആ ഹൈ റിസ്ക് ഉള്ള ജീനുകളെ എക്സ്പ്രസ് ചെയ്യുന്നതിൽ എങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് എനിക്ക് പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് വെയിറ്റ് ലോസ് പ്രോഗ്രാമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ഇത് പറഞ്ഞപ്പോഴേ നമ്മൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്തു നിന്നൊരു പേഷ്യൻ്റ് വന്നു. ആ ലേഡിക്ക് അവരുടെ മദറിന് ഡയബറ്റിക്കാണ്, വിത്ത് ക്യാൻസറാണ്. അതായിരുന്നു അവരുടെ മദറിൻ്റെ. പക്ഷേ ഇവർക്ക് ഹൈ റിസ്ക് ലിവർ ക്യാൻസർ ഉണ്ട്. ഹൈ റിസ്ക് ലിവർ ക്യാൻസർ ജനറ്റിക് എപ്പിജനറ്റിക് അനാലിസിസ് നമ്മൾ അതെ ഈ എപ്പിലിമോയിനകത്ത് നോക്കിയപ്പോൾ ഈ ടെസ്റ്റിൽ ഇവർക്ക് ഹൈ റിസ്ക്. അപ്പോൾ ഇവർക്കൊരു ചെറിയൊരു പാനിക്ക്, സി വെദർ വിൽ ഗെറ്റ് ഇറ്റ് ഓൺ. പക്ഷേ അവർ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പാത്വേയിലാണ് അവർ പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഷി വിൽ എൻഡ് അപ്പ് ഇൻ ദാറ്റ് വേ. അത് വളരെ ഷുവറാണ്. ബിക്കോസ് ഇപ്പോൾ തന്നെ ഹൈപ്പർ ടെൻഷൻ വന്നു കഴിഞ്ഞു. ഡോക്ടർക്ക് അറിയായിരിക്കും, ഹസ്ബൻഡും വൈഫും ഒരു അവർ ആ കേസാണ്. ഹസ്ബൻഡും അവർ ഇപ്പോൾ പോകുന്ന പാത്വേ നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി. സോ നമുക്ക് ഇപ്പോൾ തന്നെ അവരോട് അഷ്വർ ചെയ്യാം, ഡെഫിനറ്റ്ലി ബൈ മേക്കിംഗ് 2-3 സ്റ്റെപ്സ് ഇൻ ദെയർ ലൈഫ്. അത്രയേ ഉള്ളൂ, വലിയ കാഠിന്യമുള്ളതൊന്നുമല്ല. അതായത് ഒരു മെത്തിലേഷൻ പ്രോസസ്സിനൊന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കുക, ഒരു ഗ്ലൂട്ടാതയേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് അതിനെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, അവരുടെ പ്രോട്ടീൻ ലെവലിലെ ബോഡിയിൽ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഇത് മാത്രം മതി. സോ അതുകൊണ്ട് എന്താ പറ്റുന്നത്, അവരുടെ ലിവർ ലോഡ് കുറയുന്നു. ഷീ ഗെറ്റ്സ് അവേ ഫ്രം ഡിസീസസ്. ആ ജീൻ വേരിയൻ്റ് ഉണ്ടെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യാതെ നമുക്ക് തന്നെ ബ്ലോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. അതാണ്. അല്ലാതെ ഇത് കണ്ടിട്ട് പേടിച്ച് കുഴഞ്ഞു വീഴുക അങ്ങനല്ല, ഇത് വന്ന് അങ്ങനെയല്ല. അതിനെ ഔട്ട്ലുക്കായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വേൾഡിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 121 വയസ്സാണ് അവർ ടാർഗറ്റ് വെക്കുന്നത്. ഓരോരുത്തർ 65-70 വയസ്സായാലും അതേ പ്രിൻസിപ്പിളിൽ നിന്ന് അവർ 25-30 ഇയേഴ്സൊക്കെയാണ് അവർ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഏജിലേക്ക് അവർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ടേക്ക് ലോട്ട് ഓഫ് എഫേർട്ട്. വെറുതെ ഇരുന്ന് ശ്വാസം വിട്ടിട്ടല്ല ഈ വരുന്നത്. അതിൽ മെഡിറ്റേഷൻ ഉണ്ടാവും, അതിനകത്തൊരു റിട്രീറ്റ് പ്രോഗ്രാംസ് ഉണ്ടാവും, അവർ ചെയ്യുന്ന എപ്പിജനറ്റിക് അനാലിസിസ് ഉണ്ടാവും, അവരെടുക്കുന്ന ന്യൂട്രിയൻസ് ഉണ്ടാവും, അവരെടുക്കുന്ന ഫുഡ് ഉണ്ടാവും. പക്ഷേ ഇവിടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ത്രിഫ്റ്റി ജീനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ത്രിഫ്റ്റി ജീൻ ജനറേഷനെ നമ്മൾ എത്രത്തോളം ഹാൻഡിൽ ചെയ്യുന്നു അത്രത്തോളം നമ്മൾ ഡിസീസിൽ നിന്ന് റിക്കവർ ചെയ്യും. ഈ ത്രിഫ്റ്റി ജീനിനെ ഏർലി ഐഡൻറ്റിഫൈ ചെയ്യും, അതിനെ സ്വിച്ച് ഓഫ് ചെയ്ത് തന്നെ നിർത്തുകയും കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ഈസ് ഈസി. കാരണം ഈ സ്വിച്ച് ഓൺ ചെയ്യുന്ന ലൈഫ് സ്റ്റൈലാണ്. ഈ നമ്മൾ ഈ വെയിറ്റ് ലോസ് പോലെ തന്നെ ഇപ്പം ഡോക്ടർ സർട്ടിഫൈഡ് ട്രെയിനറും കൂടെ ആയതുകൊണ്ട് പറയുക, ഈ നമ്മുടെ സ്പോർട്സ് റിക്കവറി, അതായത് പല ആൾക്കാരും ഇപ്പം ജിമ്മിലൊക്കെ പോകുന്നുണ്ടല്ലോ. ഞാൻ ഒത്തിരി ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ ആർക്കും തന്നെ റിക്കവറി എന്നുള്ള പോർഷൻ അറിയത്ത് പോലും പറഞ്ഞിട്ടേ ഇല്ല. ഇവർ പോയിട്ട് ഇങ്ങനെ മസിൽ ബിൽഡ് ചെയ്യുക, ആ ഒരു പ്രോസസ്സൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. റിക്കവറി എന്നുള്ളത് അറിയില്ല ബേസിക്കലി. പിന്നെ അടുത്തിടയ്ക്ക് സ്പോർട്സിൽ തന്നെ വളരെ അറിയപ്പെടുന്ന ഒരു കോച്ചിനോട് സംസാരിച്ചപ്പോൾ റിക്കവറി എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ ഐസ് വയ്ക്കുന്ന പരിപാടിയല്ലെന്ന് ചോദിച്ചു. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇവിടെ ബയോഹാക്ക് സെൻറ്ററിൽ പ്രോപ്പറായിട്ടുള്ളൊരു സ്പോർട്സ് റിക്കവറി യൂണിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ റിക്കവറി, അതായത് എക്സസൈസിന് ശേഷമുള്ള റിക്കവറി, അതൊരു ഇഞ്ചുറി ഉണ്ടാവും മാത്രം ചെയ്യേണ്ട കാര്യമല്ലല്ലോ. തീർച്ചയായിട്ടും അല്ല. അപ്പോൾ അതിനെക്കുറിച്ച് ശരിക്കും ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ് ഈ ഒരു കാര്യം. കാരണം എക്സസൈസിൻ്റെ എഫക്റ്റ് പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ ആക്ച്വലി റിക്കവറി അതിനകത്തൊരു പാർട്ടാണെന്നുള്ളത്. അതിനെക്കുറിച്ച് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. തീർച്ചയായും സാർ പറഞ്ഞ് നിർത്തിയെടുത്ത് തന്നെ തുടങ്ങട്ടെ. എക്സർസൈസിൻ്റെ ഗുണം വ്യക്തമായിട്ട് കിട്ടണമെങ്കിൽ, അതിൻ്റെ 100% നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ റിക്കവറി പ്രോസസ്സിലേക്ക് പോകണം. ഇപ്പോൾ ഒരു വ്യക്തി അയാളുടെ ലക്ഷ്യം എന്തുമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ ഫിറ്റ്നസ്സിലേക്ക് വരണമെന്നായിരിക്കാം, അതല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു അത്ലറ്റ് ആയിരിക്കാം. ഇയാൾ ഇതിന് വേണ്ടി എന്താണോ ചെയ്യുന്നത്, ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു അത്ലറ്റ് ആണെങ്കിൽ ഗ്രൗണ്ടിൽ ആളുടെ ഏതാണോ ഇവൻ്റ് അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകും. ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തോ അല്ല അയാളുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നത്.
ഞാൻ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു എക്സസൈസ് ചെയ്യുന്ന ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ കുറച്ചൊന്ന് മസ്കുലർ ആകാൻ വേണ്ടി ഒരാൾ എക്സസൈസ് ചെയ്യുന്നു, ജിമ്മിൽ പോയിട്ട് എക്സസൈസ് ചെയ്യുന്നു. ആ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തല്ല അദ്ദേഹത്തിൻ്റെ ബോഡി ബിൽഡ് ചെയ്യപ്പെടുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ശരീരം റിക്കവർ ചെയ്യപ്പെടുന്ന സമയത്താണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത്. ഇത് പലർക്കും വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഈ റിക്കവറി എന്ന് പറയുന്നത്. അത് നിർഭാഗ്യവശാൽ പ്രത്യേകിച്ച് കേരളത്തിൽ അതിനുള്ള സാഹചര്യം തീരെയില്ല, അവബോധം തീരെയില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം റിക്കവറി എന്ന് പറയുന്ന പ്രോസസ്സിൽ ഒട്ടനവധി സിസ്റ്റം, നമ്മുടെ ബോഡിയിലെ ഒട്ടനവധി സിസ്റ്റം ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ പൊതുവേ കരുതുന്നതെന്ന് വെച്ചാൽ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മസ്കുലർ സിസ്റ്റം മാത്രമാണ് വർക്കൗട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ല. മസ്കുലർ സിസ്റ്റം ഒട്ടനവധി സിസ്റ്റങ്ങളിൽ ഒരെണ്ണം മാത്രമാണ്. അതിനോടൊപ്പം നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഒരുപക്ഷെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. നെർവസ് സിസ്റ്റം, നമ്മുടെ നാഡീവ്യവസ്ഥ വളരെയധികം പണിയെടുക്കുന്നുണ്ട് അതിനകത്ത്. ഇനി അതുപോലെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെയധികം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും സാധാരണ ആരും വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നില്ല. ഈ റിക്കവറി എന്നുള്ള പ്രോസസ്സിലേക്ക് പോകുമ്പോൾ മറ്റ് സിസ്റ്റം കൂടി, അതായത് അത് നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റം ആകട്ടെ, നമ്മുടെ നെർവസ് സിസ്റ്റം ആകട്ടെ, അല്ലെങ്കിൽ നാഡീവ്യവസ്ഥയാകട്ടെ, നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയാകട്ടെ, ഇതെല്ലാം കൂടി പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ റിക്കവറി എന്ന പ്രോസസ്സിലേക്ക് പോകുന്നത്. അതുവഴിയാണ് ഒരു വ്യക്തി എന്തിനാണോ എക്സർസൈസ് ചെയ്തത് ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ തൂക്കം കുറയ്ക്കുന്നതാകട്ടെ, അല്ലെങ്കിൽ തൂക്കം കൂട്ടുന്നതാകട്ടെ, എസ്തെറ്റിക്സിന് വേണ്ടിയാകട്ടെ, മസിൽ ബിൽഡിങ്ങിലാകട്ടെ, അത്ലറ്റിക്സിലാകട്ടെ, ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നത് ഈ റിക്കവറി പ്രോസസ്സിലാണ്. ഇനി ഈ റിക്കവറി എന്ന് പറയുന്നത് ഒരു കാലത്ത് നമുക്ക് മെഷർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. നാം പൊതുവേ കരുതുന്നത് എക്സർസൈസ് ചെയ്തു കഴിഞ്ഞാൽ, ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസിന് എക്സർസൈസ് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം റെസ്റ്റ് എടുക്കുന്നതാണ് റിക്കവറി എന്നുള്ളതാണ്. എന്നാൽ അതിനും അപ്പുറത്തേക്ക് ലോകം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് ഒരു എക്സസൈസ് ചെയ്തു, ഇപ്പം ഞാൻ ഇന്നിപ്പോൾ ഒരു വർക്കൗട്ട് ചെയ്തത് അത് ഓവർ ട്രെയിൻഡ് ആയോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ബയോ മാർക്കേഴ്സ് വരെയുണ്ട്. നമ്മുടെ രക്തം പരിശോധിച്ചാൽ, ചില കാര്യങ്ങൾ പരിശോധിച്ചാൽ ഞാനിന്ന് ഓവർ ട്രെയിൻഡ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാം. അപ്പോൾ ഓവർ ട്രെയിൻഡ് ആണെങ്കിൽ എങ്ങനെ റിക്കവർ ചെയ്യാം? അത്രയും സയൻസ് അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന ഒരു കാലഘട്ടത്ത് നാം റിക്കവറിയെക്കുറിച്ച് ആലോചിക്കുന്നു പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ ഓവർ ട്രെയിനിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് വർക്കൗട്ട് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം നമുക്ക് നടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കൈ ഉയർത്താൻ പറ്റുന്നില്ല എന്നൊരു സാഹചര്യം. അതൊരു പക്ഷേ നമ്മൾ കരുതാം ഓവർ ട്രെയിൻഡ് ആണെന്നുള്ളത്. അത് സാധാരണഗതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എളുപ്പ വഴിയുണ്ട്. ഇപ്പോൾ ഞാനിന്നിപ്പോൾ ചെസ്റ്റ് മസിൽസിൻ്റെ വർക്കൗട്ടാണ് ചെയ്തതെങ്കിൽ തൊട്ടടുത്ത ദിവസമോ അല്ലെങ്കിൽ ഒരു 28 മണിക്കൂർ മുതൽ ഒരു 48 മണിക്കൂർ വരെ കഴിയുമ്പോൾ എനിക്ക് എൻ്റെ ചെസ്റ്റ് മസിൽസിൽ വിരൽ വെച്ച് ഒന്ന് അമർത്തുമ്പോൾ അസഹ്യമായ വേദനയാണ് അനുഭവപ്പെടുന്നതെങ്കിൽ, അതൊരു ഓൺ എ സ്കെയിൽ ഓഫ് 0 to 10 എന്നുള്ളൊരു ലെവലിലേക്ക് പോകുമ്പോൾ ആ ഒരു പോയിൻ്റ്, ആ ഒരു ലെവൽ ഒരു 7 ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഓവർ ട്രെയിൻഡ് ആണ്. അവിടെ റിക്കവറി കൂടുതലാണ് വേണ്ടി വരുന്നത്. അതൊരു 3-നകത്ത് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും റിക്കവറി നോർമൽ ലെവലിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇവിടെയാണ് പലപ്പോഴും ആളുകൾക്ക് ഈ റിക്കവറി വേണമോ വേണ്ടയോ എന്ന് തിരിച്ചറിയാത്തതും, അല്ലെങ്കിൽ അതിലേക്ക് ആളുകൾ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്നത്. ഒട്ടനവധി മാർഗ്ഗങ്ങളുണ്ട്. ഐസ് വെക്കുക എന്നുള്ളത് ഒരൊറ്റ മാർഗ്ഗം മാത്രമാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ റിക്കവറിയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ റിക്കവറി എന്ന പ്രോസസ്സ് നടക്കുമ്പോൾ എന്തിനെയാണോ നമ്മൾ കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ മസിലുകൾക്കുള്ളിനകത്ത് വരുന്ന റിപ്പയറിങ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാകും. അതിനോടൊപ്പം തന്നെ ഒരുപാട് ഇൻഫ്ലമേറ്ററി പ്രോസസ്സ്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധശേഷി ചില പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നുണ്ടാകും. അത് നമ്മുടെ രക്തകോശങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളാകട്ടെ, ചില ഇൻഫ്ലമേഷൻ മാർക്കേഴ്സ് ആകട്ടെ, അതിലൊക്കെയുള്ള വ്യത്യാസം വരും. അപ്പോൾ അതിനെ നോർമലൈസ് ചെയ്യാൻ ശരീരം ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പ്രോസസ്സ്, അതിനെ എങ്ങനെ സഹായിക്കാൻ പറ്റുമോ അതാണ് ശരിക്കും റിക്കവറി പ്രോസസ്സ്. ഐസ് വെക്കുക എന്നുള്ളത് അതിലൊരു ചെറിയ ഘടകം മാത്രമാണ്. നൂതനമായ ഒട്ടനവധി ഉപകരണങ്ങൾ തന്നെയാണ്. നമുക്ക് ഇൻഫ്രാറെഡ് സോന എന്ന് പറയുന്നത്, ഈ ബോഡി ബിൽഡേഴ്സിൻ്റെയൊക്കെ ഇൻസ്റ്റാഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അവർ ഈ ഇൻഫ്രാറെഡ് സോന ഉപയോഗിക്കുന്നത് കാണാം. കാരണം അവർക്കതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് അത് ഇല്ലായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇൻഫ്രാറെഡ് സോന പോലുള്ള, അല്ലെങ്കിൽ PEMF പോലുള്ള, അതല്ലെങ്കിൽ കോൾ പ്ലഞ്ച് പോലുള്ള സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലില്ലായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ സെൻറ്ററിലുണ്ട്, പല സെൻറ്ററുകളിലും പല സ്ഥലങ്ങളിലും കേരളത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായും ഒരു റിക്കവറി പ്രോസസ്സിലേക്ക് വ്യക്തികളെ നയിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരെന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ അവർ ലക്ഷ്യം വയ്ക്കുന്നത്, വളരെ വേഗം ആ ലക്ഷ്യത്തിലേക്ക് അവർക്ക് നടന്നെടുക്കുവാൻ കഴിയും. അതായത് മസിൽ ബിൽഡിംഗ് ആകട്ടെ, ഫിറ്റ്നസ് ആകട്ടെ, ഇനി അതൊരു
ഈവൻ്റ് കഴിഞ്ഞതിന് ശേഷം, അതൊരു അത്ലറ്റിൻ്റെ ഒരു ഈവൻ്റ് കഴിഞ്ഞതിന് ശേഷം, അതല്ലെങ്കിൽ ഒരു മാരത്തോൺ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത്തരം മാർഗ്ഗങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് വളരെ പെട്ടെന്ന് റിക്കവറിയിലേക്ക് വരാം. ഇനി ഇതിൻ്റെ ഒരു എക്സ്ട്രീം രീതിയിലേക്ക് പോവുകയാണെങ്കിൽ, ഉദാഹരണം ഇപ്പം ഞാൻ മാരത്തോൺ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ മാരത്തോൺ പങ്കെടുത്തതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ എൻ്റെ ജോലിയിലേക്ക് വരുന്നു. ഇതെങ്ങനെയാണ് എനിക്ക് വരാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ഈ ഒരു ഈവൻ്റ് സമയത്ത് ഒരു 2.5 മുതൽ 3.5 മണിക്കൂർ വരെയുള്ള ആ ഒരു ഈവൻറ്റിൽ ഞാൻ പങ്കെടുത്തതിന് ശേഷം എൻ്റെ ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ, ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ, ചില മൈക്രോ ന്യൂട്രിയൻസ് അത് അധികം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അപ്പോൾ അത് എങ്ങനെ റിപ്ലനിഷ് ചെയ്യാം, ന്യൂട്രീഷണൽ IV നമുക്കത് റിപ്ലനിഷ് ചെയ്യാം. ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള ഇൻഫ്രാറെഡ് സോന, കോൾഡ് പ്ലഞ്ച്, ഇതിലൂടെയൊക്കെ തന്നെയും ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കാം. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ദിവസം എനിക്ക് ജോലിക്ക് വരാൻ കഴിയുന്നു. ഈവൻ നമ്മൾ ഈ ഇപ്പം ISL അതേപോലുള്ള സ്പോർട്സിലൊക്കെ നോക്കുമ്പോൾ എല്ലാ ആൾക്കാരും കോമൺ ആയിട്ട് പറയുന്നൊരു കാര്യമാണ്, ഈ ഫൈനൽ മാച്ചിലേക്കൊക്കെ എത്തുന്ന സമയത്തുമ്പോൾ ഇഞ്ചുറി കാരണം നല്ല പ്ലെയേഴ്സിനൊന്നും കളിക്കാൻ പറ്റാറില്ല. ഇവിടെ ഞാൻ കാണുന്ന മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ലീഡ് ടൈം ഉണ്ടല്ലോ. അതായത് ഒരാൾ ഇഞ്ചേർഡ് ആയ ശേഷം അയാൾ റിക്കവർ ചെയ്യാനെടുക്കുന്ന സമയം ഈ ശാസ്ത്രീയമായിട്ടുള്ള പ്രോസസ്സുകൾ അവലംബിക്കാത്തത് കൊണ്ട് ആ സമയം വളരെ കൂടുതലാണ് അവർക്ക്. പല ആൾക്കാർക്കും ഞാൻ വളരെ അറിയപ്പെടുന്ന പ്രതീക്ഷിച്ച ആൾക്കാർക്ക് പോലും ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സെൻറ്ററിൽ വന്ന സമയത്ത് ഇങ്ങനെ ഉള്ള റിക്കവറി മെത്തേഡ്സ് ഇന്ത്യയിൽ ഉണ്ടോ, ഇങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥ വന്നു. അപ്പോൾ അറിയില്ല, പലർക്കും ഇങ്ങനെയൊക്കെയാണ് റിക്കവറിയുടെ ആവശ്യം. ഇതാണ് മേ ബി ഓവർ നൈറ്റ് അല്ലെങ്കിൽ വിതിൻ 24 to 48 hours അയാൾക്ക് വീണ്ടും അടുത്ത മാച്ച് കളിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ അയാളെ എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഒരു മസിൽ വർക്ക് ചെയ്യുമ്പോൾ, അതേത് മസിലും ആയിക്കോട്ടെ, ഒരു മസിൽ വർക്ക് ചെയ്യുമ്പോൾ ലാക്റ്റിക് ആസിഡ് ബൈ പ്രൊഡക്റ്റാണ്, നോ ഡൗട്ട് ഫോർ ദാറ്റ്. ഈ ലാക്റ്റിക് ആസിഡിൻ്റെ ഒരു ഇത് പ്രോബ്ലമാണ്. പലരും ചലഞ്ചായിട്ട് എടുക്കും, ചിലപ്പോൾ അത് പോസിറ്റീവ്സ് ആയിട്ടൊക്കെ പറയുമെങ്കിലും വൺ ഓഫ് ദ ചലഞ്ച് ഓഫ് ലാക്റ്റിക് ആസിഡ് അല്ലെങ്കിൽ വൺ ഓഫ് ദ പ്രോബ്ലം ഓഫ് ലാക്റ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇവൻ ധാരാളം ഗ്ലിസറോൾസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഗ്ലിസറോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റി ആസിഡ്സ് ആണ്. അത് ഫാറ്റി ആസിഡ്സ് അവിടെയാണ് നമ്മുടെ ഒരു ഡയറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിനെ അലീവിയേറ്റ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ റിക്കവറി പോസിബിൾ അല്ല. അലീവിയേറ്റ് ചെയ്ത് ഇതിൽ ഏറ്റവും കൂടുതൽ റോൾ ചെയ്യുന്നത്, അതായത് കാരണം പലരെയും കണ്ടിട്ടുണ്ട് ഈ ആഫ്റ്റർ വർക്കൗട്ട്സ് ഭയങ്കര റിലാക്സ് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞ് ഇവർ സ്ട്രെസ്ഡ് ആവുന്ന കാണാം. ഈ സ്ട്രെസ്ഡ് ഔട്ട് വരുന്നത് ഈ ലാക്റ്റിക് ആസിഡ്, ഗ്ലിസറോൾ, കോർട്ടിസോൾ സൈക്കിളാണ്. ആ കോർട്ടിസോൾ എലിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലമായി, പിന്നെ അവർക്ക് ആകെ സ്ട്രെസ്ഡ് ഔട്ടായി, അവർക്ക് റിക്കവറി വരുന്നില്ല. അതൊരു ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയാണ് അവിടെ. കോർട്ടിസോൾ അവിടെ ഒരു ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി എലിവേറ്റഡ് കോർട്ടിസോൾ ആ പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നിന്ന് താഴേക്ക് വരാത്തപ്പോഴാണ് HSPയുടെ റോള് വരുന്നത്, ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ് എന്ന് പറയും. ഈ ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യാത്തിടത്തോളം കാലം നാച്ചുറലി ഇത്തരത്തിലുള്ള ഒരു അജണ്ട ലൈഫിൽ മുൻനിർത്തി, അതായത് ഈ സ്പോർട്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അത്ര മാത്രമല്ല ബിസിനസ്സുകാർ വരെ സ്പോർട്സ്മാൻമാരെ പോലെ വർക്ക് ചെയ്യേണ്ടത്. അതാ പറഞ്ഞത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് ഈസ് എനർജി, വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഈ കാലഘട്ടത്തിൽ നമുക്കൊരു 10 ദിവസം എനർജി ഇല്ലാതിരിക്കാം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ ട്രാക്ക് ചെയ്യുന്ന ഔട്ടാണ്. അത് ഫിലിം ഫീൽഡ് ആയിക്കോട്ടെ, ഈ എനർജി എന്ന് പറഞ്ഞ ഫാക്ടറിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഈ പറഞ്ഞ ലാക്റ്റിക് ആസിഡ്, ഗ്ലിസറോൾ, കോർട്ടിസോൾ, ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻ, ഈ സൈക്കിൾ ഫില്ല് ചെയ്യാത്തിടത്തോളം കാലം അത് വർക്ക് ചെയ്യില്ല. സോ ഇൻഫ്യൂഷൻസ് ഓഫ് കോക്ടെയിൽസ് എന്നൊക്കെ പറയുന്ന ഒരു ആഡംബരമല്ല. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർണിറ്റിൻ, ഒരു NAC, വൈറ്റമിൻ C ഇൻഫ്യൂഷൻസ്, ഇത് പ്രോപ്പറായിട്ട് എടുക്കുക. അതൊരു ഭാഗത്ത് എടുക്കുമ്പോഴും 5 ദിവസം വർക്ക് ചെയ്യുന്ന ആൾ 3 ദിവസം കഴിഞ്ഞാൽ ഒരു HSP എലിവേഷൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും HSP, ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമാണ് കോർട്ടിസോൾ. ഇല്ലെങ്കിൽ ഇവർ വെറുതെ ഡേ ഡ്രീം, ഭയങ്കര ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ഇവർ കാണുന്നുണ്ട്. കാരണം കോർട്ടിസോളിന് അങ്ങനെ ഒരു റോളുണ്ട്. ഇപ്പോൾ പലരും ഡ്രീംസിനെ കുറിച്ച് എൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യും, അയ്യോ ഡോക്ടർ ഭയങ്കര പേടി സ്വപ്നം കാണുന്നുണ്ട്, ഉറക്കമില്ല. ഇതൊക്കെ കോർട്ടിസോൾ എലിവേഷനാണ്. ഞാൻ പറയാറുണ്ട്, ദർ ഈസ് സംതിങ് കോൾഡ് ആസ് ഡാർക്ക്നെസ് ഫോബിയ. അത് നാച്ചുറലി അവരറിയാതെ വരുന്നതാണ്. ഇത് ഉറക്കം ബുദ്ധിമുട്ട് വരുന്നു. ഇവിടെയൊക്കെയാണ് HSP വരുന്നത്. ഇപ്പോൾ സാറിന് തന്നെ അറിയാമായിരിക്കും, കഴിഞ്ഞ ദിവസം തന്നെ മാം പറയുന്നുണ്ടായിരുന്നു, ഒരുപാട് നാളിന് ശേഷം നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയത്. ഇത് HSP ആണ് ചെയ്യുന്നത്. HSPയുടെ മെയിൻ പ്രോസസ് എന്ന് HSP കൺട്രോൾ ചെയ്തുകൊണ്ട്. സോ ഇഫ് യു ആർ ഡൂയിങ് എക്സസൈസ് ഡെഫിനറ്റ്ലി HSP ആണ്. അതിന് ഈ സ്റ്റീം ബാത്തൊന്നും എടുത്താൽ HSP കുറയത്തില്ല. അത് ഇൻഫ്രാറെഡ് സോണെ കൂടെ അത്രേ ഉള്ളൂ. HSP എൻ്റെ അടുത്ത് പലരും ഉണ്ട്, ഞാൻ നന്നായിട്ട് സ്വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനൊന്നും HSP വരത്തില്ല. HSP ക്യാൻ ബി സയൻറ്റിഫിക്കലി പ്രൂവൺ. ഇറ്റ്സ് എ സയൻറ്റിഫിക്കലി പ്രൂവൺ എലിവേഷൻ. അതൊരു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി മെത്തേഡാണിത്.
അത് ചെയ്തിരിക്കണം. അത് എന്തുകൊണ്ടത് മസ്റ്റെന്ന് പോലും പറയാം. ഇറ്റ്സ് എ നെസസിറ്റി. അതൊരു റുട്ടീനാണ്. ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾ 3 ദിവസം കഴിഞ്ഞാൽ ഒരു ദിവസം ഡെഫിനറ്റ്ലി ഗോ ഫോർ HSP. അത് കഴിഞ്ഞ് 2 ദിവസം വർക്കൗട്ട് ചെയ്യും, വീണ്ടും HSP. അല്ല എല്ലാ ദിവസവും കോക്ടെയിൽ വഴി ഞാൻ റെക്കമെൻഡ് ചെയ്തു. വീക്കിലി വൺസോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ കോക്ടെയിൽസ് പറഞ്ഞാൽ ഇപ്പൊ പലരും സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കാറുണ്ട്. കേരളത്തിൽ വെറുതെ കോക്ടെയിൽ ഒക്കെ പറഞ്ഞ് ഈ ഇൻഫ്യൂഷൻസ്, ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഫ്യൂഷൻസ് ഉണ്ട്, പലരും ഇങ്ങനെയുള്ളവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് വെച്ചാൽ ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസിന് ചെന്നിട്ട് അവർ ആ പ്രോബ്ലത്തെ അലിവേറ്റ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഇറ്റ് വിൽ ബി എ ക്യാവസ് ഫോർ ദം. ഇവർക്ക് ഉറക്കം വരത്തില്ല, ഇവർക്ക് ഇഷ്യൂസ് ഉണ്ടാകുന്നു. ഉറക്കമൊക്കെ പോട്ടെ എന്ന് വിചാരിക്കുക, പക്ഷേ ആ ഇൻഫ്ലമേഷനെ നമ്മൾ കൺട്രോൾ ചെയ്യാത്തിടത്തോളം കാലം സോ എവറി ജിം വർക്ക് ആയിക്കോട്ടെ, അത്ലറ്റ്സ് ആയിക്കോട്ടെ, സ്പോർട്സ് പേഴ്സൺ ആയിക്കോട്ടെ, ദേ ഹാവ് ടു യൂസ് HSP. അത് എവിടെ നിന്നായാലും ശരി, ഇൻഫ്രാറെഡ് സോന മെത്തേഡ്സ് ആണ് ഏറ്റവും ബെസ്റ്റ്. ഒത്തൻറ്റിക്കലി സയൻറ്റിഫിക്കലി പ്രൂവൺ HSP എലിവേഷൻ ആണ്. അല്ല വെറുതെ സ്റ്റീം ചെയ്താൽ HSP എലിവേറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സോ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് മെത്തേഡ്. ഡോക്ടർ, ഇന്നത്തെ ഈ അവസ്ഥയിൽ നമ്മൾ സ്പോർട്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചെങ്കിൽ പോലും കോമൺ ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പം IT സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, IT സെക്ടറൊന്നും വേണ്ട, നമ്മൾ ഭൂരിഭാഗം ആൾക്കാർ ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. ഇപ്പോൾ ഈ പോസ്റ്റർ തന്നെ ഇങ്ങനെ പോയി. അപ്പോൾ ഈ മൊബൈൽ ഇങ്ങനെ നോക്കി അപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഭാഗത്തുള്ള പെയിൻ, അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ടുള്ള നടുവേദന. പെയിൻ ഒരു കൈൻഡ് ഓഫ് സാധാരണക്കാരൻ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന മെഡിസിനും എനിക്ക് തോന്നുന്നു പെയിൻ കില്ലേഴ്സ്. ഇവിടെ ഈ ഒരു പോയിന്റിൽ നമ്മളുടെ സെൻറ്ററിൽ ഇപ്പോൾ ഡോക്ടറിൻ്റെ സൂപ്പർവിഷനിൽ തന്നെ ഒത്തിരി ആൾക്കാർക്ക് ഈ ഇലക്ട്രിക് മസിൽ സ്റ്റിമുലേഷനിൽ കൂടെ ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ EMS എക്യുപ്മെൻറ്റ് വെച്ചിട്ട്. അതിൻ്റെ പിന്നിലെ ഒരു സയൻസ് എന്താണ്? കുറേ കാലമായിട്ട് പെയിൻ അനുഭവിച്ചിരുന്ന ആൾക്കാർക്ക് പോലും ഒരു 2-3 സെഷൻ കഴിയുമ്പോൾ തന്നെ ഇത്രയും റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പെയിൻ എന്ന് പറയുമ്പോൾ അത് ഓരോരുത്തരും അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതി, അതല്ലെങ്കിൽ ഒരാളത് ഫീൽ ചെയ്യുന്നതിന് വ്യത്യസ്തമായിരിക്കും. കാരണം ഇപ്പം ഞാൻ അനുഭവിക്കുന്ന അതേ വേദന ഒരുപക്ഷെ സാറ് അനുഭവിക്കുമ്പോൾ സാറിന് ഒരുപക്ഷെ അത് കൂടുതലായിട്ട് ഫീൽ ചെയ്തേക്കാം. അത് നമ്മുടെ പെയിൻ മനസ്സിലാക്കുന്ന, നമ്മുടെ തലച്ചോറ് മനസ്സിലാക്കുന്ന, നമ്മളതിനോട് പ്രതികരിക്കുന്ന രീതി അനുസരിച്ച് വ്യത്യസ്തമായിരിക്കാം. പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം ഒന്നായിരിക്കും, മസിലുകൾക്കകത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ. അപ്പോൾ അവിടെ ഈ ഇലക്ട്രിക്കൽ മസിൽ സ്റ്റിമുലേഷൻ, ഉള്ളിലേക്ക് മരുന്ന് കഴിക്കുമ്പോൾ സാധാരണഗതിയിൽ ഈ മരുന്ന് ആക്ട് ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിലായിരിക്കും. അതായത് ഈ പെയിൻ സെൻറ്റേഴ്സ് ഉണ്ട്, അപ്പോൾ അതിനെ മരവിപ്പിച്ച് വയ്ക്കുകയും അവിടെ ആക്ച്വലി ഇൻഫ്ലമേഷൻ ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൊബൈൽ ഒത്തിരി സമയം ഉപയോഗിക്കുന്നത് കാരണം കഴുത്തിങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ ഉണ്ടാകുന്ന പെയിൻ, ആക്ച്വലി അവിടെ ഇൻഫ്ലമേഷൻ, അവിടെയുള്ള മസിലിനകത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. ആ ഇൻഫ്ലമേഷൻ അവിടെ നിൽക്കുകയും നമ്മളൊരു പാരസിറ്റമോളോ മറ്റെന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് കഴിക്കുമ്പോൾ പലപ്പോഴും ഇൻഫ്ലമേഷൻ കുറച്ചൊന്ന് കുറയ്ക്കുകയും, പക്ഷേ മെയിനായിട്ട് ആ മെഡിസിൻ ആക്ട് ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിലായിരിക്കും. പലപ്പോഴും ആ ഇൻഫ്ലമേഷൻ അവിടെ തന്നെ നിൽക്കുന്നു, അതല്ലെങ്കിൽ ആ പെയിനിൻ്റെ റീസൺ അവിടെ തന്നെ നിൽക്കുന്നു. തൽക്കാലത്തേക്ക് നമുക്ക് ഒരു ശമനം കിട്ടുകയാണ് ചെയ്യുന്നത്. ഇത് പലപ്പോഴും ആ മസിൽസിനെ ഒന്ന് അതിൻ്റെ മസിൽസിൻ്റെ സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, ആ പോസ്ചർ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് അതിൻ്റെ റൂട്ട് കോസ് മനസ്സിലാക്കിയിട്ട് ആ പെയിനിൽ നിന്ന് എന്നേക്കുമായിട്ടൊരു ശാശ്വത പരിഹാരം കൊടുക്കാൻ കഴിയും. അവിടെയാണ് ഈ EMS പോലുള്ള അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ മസിൽ സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്. അതിനോടൊപ്പം തന്നെ PEMF കൂടെ ചേർത്ത് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ മസിലിനകത്തുള്ള ഇൻഫ്ലമേഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇൻഫ്ലമേഷൻ കുറയുന്നതിലൂടെ അവരുടെ അടിസ്ഥാന കാരണം അവിടെ നിന്ന് മാറുകയും അതുവഴി പെയിൻ മാനേജ്മെൻറ്റിന് ഒരു ബെറ്റർ സൊല്യൂഷൻ നമുക്ക് കൊടുക്കുവാനും സാധിക്കും. അതൊരു 3-4 സിറ്റിംഗ് കൊണ്ട് തന്നെ നടുവേദനയാകട്ടെ, അത് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് പോലുള്ള അവസ്ഥയാകട്ടെ. നടുവേദനയുടെ കാര്യം പറയുമ്പോൾ പൊതുവേ നടുവേദന എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കരുതുന്നത് ഡിസ്ക് കംപ്ലൈൻ്റ് എന്നാണ്. പക്ഷേ നമ്മളൊരു സാധാരണ വ്യക്തിയെ MRI ചെയ്ത് നോക്കിയാലും ഒരു ലക്ഷണവും ഇല്ലാത്ത വ്യക്തികളിൽ MRI ചെയ്താലും പലപ്പോഴും അവർക്ക് ഡിസ്ക് പ്രൊലാപ്സ് കാണും. ഓക്കെ, ഇത് പലപ്പോഴും ഒരു കാരണം മാത്രമാണ്. ഓക്കെ, നടുവേദന വരുന്ന ഒരു വ്യക്തിക്ക് MRI പരിശോധിക്കുമ്പോൾ ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ട്, ഇതാണ് കാരണം എന്ന് പറയുന്നതാണ്. അപ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 4 ഡിസ്കിന് ബൾജുണ്ട്, പ്രൊലാപ്സ് ഉണ്ട്. പക്ഷേ ആക്ച്വലി ഐ എം ലിഫ്റ്റിംഗ് വെയ്റ്റ്സ്, ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്നു. എന്നാൽ വളരെ കുറച്ച് മാത്രം പ്രൊലാപ്സ് ഉള്ള ആൾ നടക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം. അതൊരു വളരെ കോൺട്രവേഴ്സിയലായിട്ടുള്ളൊരു ടോപ്പിക്കുമാണ്. എങ്കിൽ പോലും എൻ്റെ പ്രാക്ടീസിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഡിസ്ക് പ്രൊലാപ്സ് അല്ല ഈ നല്ലൊരു ശതമാനം നടുവേദനയുടെയും അടിസ്ഥാന കാരണം. അവിടെ ആ മസിൽ വീക്ക്നെസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ പോസ്ചറിലുള്ള ചില പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ആ മസിലിൻ്റെ സ്റ്റെബിലിറ്റിയിലുള്ള ചില പ്രശ്നങ്ങളാണ്. ഇത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്
ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഈ ഇലക്ട്രിക്കൽ മസിൽ സ്റ്റിമുലേഷൻ പോലുള്ള PEMF പോലുള്ള അത്യന്താധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ വളരെയധികം ഗുണം ചെയ്യും. ഒരു 3-4 സിറ്റിംഗ് കൊണ്ട് തന്നെ നമുക്ക് ബാക്ക് ടു നോർമൽ അവരെ കൊണ്ടുവരാൻ സാധിക്കും. ഈ ഇൻഫ്ലമേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണല്ലോ. ബേസിക്കലി ഇൻഫ്ലമേഷനും മിക്കവാറും എല്ലാ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലും ഇൻഫ്ലമേഷനുമായിട്ട് കണക്റ്റഡ് ആണ്. എങ്ങനെ കണക്റ്റഡ് ആണെന്നുള്ളത് ഡോക്ടറായിരിക്കും കുറച്ചുകൂടെ എക്സ്പെർട്ടായിട്ട് പറയാൻ പറ്റുക. സോ നോർമലി ഈ നമ്മളുടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് നോർമലായിട്ടൊരു ഡോക്ടറായിട്ടുള്ള നോർമലായിട്ടുള്ളൊരു മെഡിക്കൽ പ്രാക്ടീസിൽ മരുന്നില്ല എന്നാണ് പറയുക. മരുന്നില്ല, അപ്പം ഒരു ഏത് കണ്ടീഷനുമായിട്ട് ചെന്നാലും മരുന്നില്ല എന്ന് പറയും. ബേസിക്കലി എന്നിട്ടൊരു ഇമ്മ്യൂണോ സപ്രസൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെറോയിഡ് കൊടുക്കുന്നുണ്ടാവും. പക്ഷേ അതിൻ്റെ മെയിൻ റീസൺ എനിക്ക് തോന്നുന്നു ഒരു കാരണം റൂട്ട് കോസ് അറിയാത്തതുകൊണ്ടായിരിക്കും, എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്നുള്ളതായിരിക്കും. ഡോക്ടറൊന്ന് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ, കാരണം ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ അസുഖങ്ങളും ഓട്ടോ ഇമ്മ്യൂണിലേക്ക് പയ്യെ കാറ്റഗറൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ. അപ്പോൾ ഡോക്ടർ അതിനകത്തൊരു അതിനെക്കുറിച്ചൊന്ന് പറയുകയാണെന്നായിരിക്കും. So yes, Nair sir, so I've worked a lot with women health. അപ്പോൾ വിമന് യൂഷ്വലി കാണുന്ന കോമൺ സിംറ്റംസ് ആണ് തിന്നിങ് ഓഫ് ഹെയർ ഫോൾ, അല്ലെങ്കിൽ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ്, പിന്നെ ജോയിൻറ്റ് പെയിൻ, സ്വെല്ലിങ്, അല്ലെങ്കിൽ ഫെറ്റീഗ്, ടയർഡ്. ലൈക്ക് ഏത് ഏജ് ഗ്രൂപ്പ് ആണെങ്കിലും, ഇഫ് യു ടേക്ക് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ഓൾസോ, പിന്നെ യു ഹാവ് യുവർ പെരിമെനോപോസൽ, പിന്നെ മെനോപോസൽ, അതിലെല്ലാം യു സീ ദിസ് ബട്ട് ദെൻ ദാറ്റ് ഈസ് വെയർ ഞങ്ങളൊരു ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. ഈ ഫങ്ഷണൽ മെഡിസിൻ അപ്രോച്ച് എന്ന് പറയുമ്പോൾ വി ലുക്ക് അറ്റ് ഹോൾ സിസ്റ്റം അപ്രോച്ച്. അതായത് എന്താണ് അതിൻ്റെ റൂട്ട് കോസ് എന്ന് വി വോണ്ട് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് റോങ്, വാട്ട് ഈസ് കോസിങ് ദിസ് സ്വെല്ലിങ്, വൈ ഇസ് ദിസ് ഹെയർ ഫോൾ, അങ്ങനെയൊക്കെ. അപ്പോൾ വെൻ യു സ്റ്റാർട്ട് ഡിറ്റക്റ്റിംഗ് ഓരോന്നും ബ്ലഡ് മാർക്കേഴ്സ് നോക്കാൻ തുടങ്ങുമ്പോൾ ലൈക്ക് തൈറോയിഡ്, when you take a thyroid profile, മിക്ക ലേഡീസിൻ്റെ തൈറോയിഡ് പ്രൊഫൈലിൽ ദി ചെക്ക് TSH, പിന്നെ the common markers T3 T4. പക്ഷേ നമ്മൾ അതിൻ്റെ ആൻറ്റിബോഡീസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ യു വിൽ സീ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കോമ്പണൻറ്റ്. അപ്പോൾ ആ ആൻറ്റിബോഡീസ് യൂഷ്വലി ഹഷിമോട്ടോസ് എന്ന് പറയും. തൈറോയിഡിൽ തന്നെയുള്ള 2 കണ്ടീഷൻസാണ്, ഹഷിമോട്ടോസ് ആൻഡ് ഗ്രേവ്സ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞാൽ. സോ ദാറ്റ് ഈസ് വൺ ഏരിയ ഓഫ് തൈറോയിഡ്. അത് കഴിഞ്ഞിട്ട് ലൈക്ക് ജോയിൻറ്റ് പെയിൻ നോക്കുമ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, പിന്നെ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് വിച്ച് ഇസ് മോർ കോമൺലി സീൻ ഇൻ ദ 30s ലേഡീസ്. ഓക്കെ, അത് എഗെയിൻ ഇറ്റ്സ് എ ന്യൂറോ ഡീജനറേറ്റിംഗ്. അങ്ങനെ എഗെയിൻ സർ പറഞ്ഞ പോലെ immunosuppressants. These are all the actual treatment. Conventional medicine la treatment anganeyana, immunosuppressants. So you basically suppress the immune system. Appo autoimmune nu parayana is your own immune system is attacking your body. So addressing the root cause is the key factor. That again bringing down your inflammation. അതായത് ഓൾ ദീസ് സൈറ്റോകൈൻസ് എന്ന് ഞങ്ങൾ പറയും, ഇൻഫ്ലാമറ്ററി സൈറ്റോകൈൻസ്, ഈ ഓരോരോ റെസ്പോൺസസ് അതിനെയൊക്കെ വി ട്രൈ ടു ബ്രിങ് ഇറ്റ് ഡൗൺ. ദാറ്റ്സ് വൈ വി റൂട്ട്സിൽ വി വർക്ക് വിത്ത് ഓൾ ദിസ് ബ്രിങ്ങിങ് ഡൗൺ ഇൻഫ്ലമേഷൻ. അതിൽ വി ഡു PEMF എന്ന് പറഞ്ഞ സാധനം, ദാറ്റ് ഇസ് pulsed electromagnetic fields. Those are like they actually stimulate and heal the damaged tissues, which have injured. Angana, that is one. Then we have PEMF-ന് മൈറ്റോകോൺഡ്രിയൽ എൻഹാൻസിങ് എഫക്റ്റ് ഉണ്ടെന്ന് പറയുന്നത്. Yes, it increases the. ഞാൻ അതിൻ്റെ ഒരു റിസർച്ച് പേപ്പറാണ് ഞാൻ നോക്കുന്നത്. ഇറ്റ് വാസ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൈറ്റോകോൺഡ്രി ഇൻക്രീസ് ചെയ്യാനുള്ള പവർ PEMF-നുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ എനിക്ക് ഉറപ്പില്ല, ആ പേപ്പർ എനിക്ക് ഉറപ്പില്ല, പക്ഷേ ഐ ഹാവ് റെഡ് സംവെയർ. അത് ഭയങ്കര ഇതാണ്. മൈറ്റോകോൺഡ്രിയ, കാരണം മൈറ്റോകോൺഡ്രിയ വർക്ക് ചെയ്യുന്നത് ഫംഗ്ഷൻ ചെയ്യുന്നത് മൈറ്റോകോൺഡ്രിയ മൾട്ടിപ്ലൈ ചെയ്യാം, ഫിഷൻ ഫ്യൂഷനിലാണ്. അതെ, കറക്റ്റ്. നമ്മുടെ ഒരെണ്ണത്തിനും 3, 4, 5, 10 ഒക്കെ ആവാൻ പറ്റും. അതെ, നമ്മുടെ സെൽസിലെ മൈറ്റോകോൺഡ്രിയ ഇൻക്രീസ് ചെയ്യിക്കാം. പലയിടത്തും ഞാൻ പറയുമ്പോൾ അത് വിശ്വസിക്കുന്നില്ല. ലിറ്ററലി ബേസിക്കലി ആ കോൾഡ് പ്ലഞ്ചിനകത്ത് ഇറങ്ങി ഈ തണുപ്പ് കാലത്ത് എന്താ പറയാ, മലയാളത്തിൽ പറഞ്ഞു ഈ എന്താ തണുപ്പ് കാലത്ത് പോയിട്ട് ഈ പുഴവെള്ളത്തിൽ ഇറങ്ങി കുളിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കുളിരുണ്ടല്ലോ, ആ കുളിരെന്ന് പറയുന്നത് ശരിക്കും ഒരു മൈറ്റോകോൺഡ്രിയൽ ഫിഷനാണ്. അവിടെയാണ് അത് കഴിയുമ്പോൾ വിശപ്പ് കൂടുന്നു എന്ന് പറയും. നല്ല പുഴയിലിറങ്ങി കുളിച്ചു കഴിഞ്ഞാൽ വിശപ്പ് കൂടുന്നു പറയാൻ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും മൈറ്റോകോൺഡ്രിയ അങ്ങ് എക്സ്പ്ലോഡ് ചെയ്ത് നിൽക്കുകയാണ്. ഇവൻ എനർജി സെന്റർ ആണല്ലോ, പവർ ഹൗസ്. ഇതിന് അപ്പൊ തന്നെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ഗ്ലൂക്കോസ് കിട്ടണം, അതാണ് വിശപ്പ് വരുന്നത്. ബേസിക്കലി വളരെ സിമ്പിൾ ആയിട്ട് നോക്കിയതാണ്. അല്ല, അപ്പോൾ ലൈക്ക് ഐ എം ജസ്റ്റ് സെയിങ് ലൈക്ക് കുറേ ആൾക്കാർ ലൈക്ക് പ്രീതി എനിക്ക് ഈ ഡ്രെയിനിൽ
കുറേ ലൈക്ക് കീമോ പേഷ്യൻസ് പോലെ എൻ്റെ മുടി വീഴുക യുനോ അതിൻ്റെ ആ ബ്ലഡ് മാർക്കേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ യു വിൽ സ്റ്റാർട്ട് സീയിങ് യുനോ ലൈക്ക് ഇതൊക്കെയാണ് ഏരിയാസ്. അപ്പോൾ ലൈക്ക് വൺസ് യു സ്റ്റാർട്ട് ഫിക്സിങ് ദ തൈറോയിഡിലെ ഇഷ്യൂസ്, പിന്നെ യു ഫിക്സ് യുവർ ഗട്ട്, യുനോ ദാറ്റ്സ് വാട്ട് ഫങ്ഷണൽ മെഡിസിൻ ഇസ്.